നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് തുടങ്ങാം. ബാക്കിയുള്ളവർ വരട്ടെ പതിയെ. അപ്പൊ കഴിയുന്നതും പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കണേ. ക്ലാസ് എടുക്കുന്ന ആൾക്ക് അതൊരു മോട്ടിവേഷൻ ആവുമല്ലോ. നമ്മുടെയൊക്കെ ഫേസ് കാണുമ്പോൾ അവർക്കും അതൊരു സന്തോഷമാണല്ലോ. എല്ലാവരോടൊന്നും നിർബന്ധം പറയുന്നില്ല. രേഷ്മ മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് രേഷ്മ മാം ആണ്, നമ്മുടെ ട്രെയിനറായിട്ട് വന്നിട്ടുള്ളത്. രേഷ്മ മാം നോളജ് അപ്ഡേഷൻ ഗ്രൂപ്പിൽ ഇടയ്ക്കൊക്കെ വന്ന് വ്യത്യസ്തമായ വിഷയങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ക്ലാസ്സുകളായിട്ട് തരാറുള്ളതാണ്. ഒത്തിരി പുതിയ അറിവുകൾ പകർന്നു തരുവാൻ രേഷ്മ മാമിന് സാധിച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. രേഷ്മ മാമിന്റെ ക്ലാസ്സുകളൊക്കെ ഒത്തിരി നല്ല സബ്ജക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. രേഷ്മ മാം ഒരു ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടറാണ്. മാമിനെ അറിയാവുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. പുതിയ ആളുകളാണ്. ഹോമിയോ ഡോക്ടറാണ്. വയനാട്ടിലെ കൽപ്പറ്റയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 24 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ക്യൂർ ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു സെന്റർ, ഒരു ക്ലിനിക്ക് മാമിനുണ്ട്. അതിന്റെ കൂടെ കൗൺസിലിംഗ് പ്രൊഫഷനായി, ഈ ഒരു പ്രൊഫഷനോടുള്ള ഒരു താല്പര്യത്തിൽ വന്നു. നമ്മുടെ ഒരു സന്തത സഹചാരിയായിട്ട് ഹാർട്ടിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല മനോഹരമായ നിലയിൽ ഇന്ന് ഒരു സൈക്കോളജിക്കൽ സബ്ജക്റ്റ് ആണ് മാം സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള പ്രൊഫഷണലും കൗൺസിലിംഗ് ലൈഫിലും ഒക്കെ പ്രയോജനപ്പെടുന്ന, അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റ് ആണ് മാം ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നാസിസ്റ്റിന്റെ ജീവിതവും അവരുടെ കൂടെ ജീവിക്കുന്നവരുടെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് ഒരു പുതിയ അനുഭവത്തിലൂടെ നമുക്ക് ഇന്ന് കേൾക്കാം. കൂടുതലായിട്ട് പഠിക്കാനായിട്ടുള്ളൊരു മനസ്സോടെ ആയിരിക്കുക. മാം പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മള് ഒരു ബുക്കും പേനയും കയ്യിൽ കരുതണം. നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാനായിട്ടുള്ളതുണ്ട്. വെറുതെ കേട്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു ക്ലാസ് അല്ല, കുറച്ച് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്തും കൂടി പോയാലായിരിക്കും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക. അപ്പോൾ എല്ലാവരും കഴിയുന്നവർ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ബുക്കും പേപ്പറും അല്ലെങ്കിൽ പേനയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഈ ക്ലാസ്സിൽ ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഇതിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രേഷ്മ മാമിനെ പ്രത്യേകം വെൽക്കം ചെയ്യുന്നു. ഓവർ ടു രേഷ്മ മാം. ഓക്കെ, താങ്ക് യു ലക്ഷ്മി മാം. കൗൺസിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാർസിസം എന്ന വേർഡ് അല്ലെങ്കിൽ ആ വാക്ക് പുത്തരിയല്ല. ഒരുപാട് ക്ലയൻസ് നമ്മൾ തേടി വരുന്ന ഒരു ടോപ്പിക്കാണ് നാർസിസം എന്ന് പറഞ്ഞിട്ട്. അതില് കുറച്ച് ഈ നാർസിസം എന്ന ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറില് കുറച്ച് വേർഡ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. നമ്മളെ ശ്രദ്ധയിൽ പെടുന്നതായിട്ടില്ല കുറച്ച് വേർഡ്സ്. അപ്പൊ ആ വേർഡ്സിന്റെ ഒക്കെ ശരിയായ അർത്ഥം, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പ്രയോഗിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ കൗൺസിലേഴ്സ് ആയിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു കേസെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത്. ഈ വൈകുന്നേരം ഇങ്ങനത്തെ ഒരു ടോപ്പിക് ചൂസ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, റീൽസ് വഴി ആയിക്കോട്ടെ, ഷോർട്ട് വീഡിയോസിലേക്കൂടി ആയിക്കോട്ടെ, യൂട്യൂബിലേക്കൂടി അങ്ങനെ പ്രമുഖ ഡോക്ടർമാരും സൈക്കോളജിസ്റ്റും സംസാരിക്കുന്ന വീഡിയോസ് ആയിക്കോട്ടെ, ഈ നാർസിസത്തിന്റെ വേർഡിന് ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇൻക്രീസ്ഡ് അവയർനെസ് ആളുകളിൽ എത്തുന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സൈക്കോളജി ഫീൽഡിനോട് സ്നേഹം ഇല്ലാത്തവരും ഉള്ളവരും അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നാർസിസ്റ്റിക് വിക്ടിം, എന്റെ ഫസ്റ്റ് വേർഡ് നാർസിസ്റ്റിക് വിക്ടിം എന്ന് പറയുന്നത്, നാർസിസം എന്ന് പറയുന്ന ആ പേഴ്സണാലിറ്റി ഡിസോർഡറിലെ ആളുടെ കൂടെ കഴിയുന്നവർക്കാണ് നാർസിസ്റ്റിക് വിക്ടിം എന്ന് പറയുന്നത്. ഇര. നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിനെ ഞാൻ ഈ ഒരു സെഷനിൽ അബ്യൂസർ എന്നാണ് വിളിക്കാൻ
ആഗ്രഹിക്കുന്നത്. അപ്പം അബ്യൂസർ എന്താ, വിക്ടിം എന്താന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. അബ്യൂസർ എന്ന് പറയുന്നത് നമ്മളെ പേഷ്യന്റ്, നമ്മളെ ആരെക്കുറിച്ചാണോ ഇന്നത്തെ സംസാര വിഷയം, അവരാണ് നമ്മുടെ അബ്യൂസർ. വിക്ടിം എന്ന് പറയുന്നത് അവരുടെ അവരുടെ വൈകൃതങ്ങളെ സഹിക്കുകയും കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും, സഹിക്കുകയും ചെയ്യേണ്ട ആൾക്കാണ് നാർസിസ്റ്റിക് വിക്ടിം എന്ന് പറയുന്നത്. അപ്പോ ഈ വിക്ടിമിന് ഏറെ പ്രയോജനം ചെയ്യാറുണ്ട് ഈ വീഡിയോസും റീൽസും ഷോർട്സും പോസ്റ്റുകളും ഒക്കെ. അതാണ് ഒരു കാരണം ഞാൻ ഇത് ചൂസ് ചെയ്യാനില്ല. അടുത്തത് എന്താണെന്ന് വെച്ചാല്, നമ്മളടുത്തേക്ക് വരുന്ന നാർസിസ്റ്റിക് വിക്ടിംസിന്റെ സ്റ്റാൻഡേർഡ് പെട്ടെന്ന് ഒരു 3 കൊല്ലം കൊണ്ട് വല്ലാതെ അങ്ങ് കൂടി. അത് സ്റ്റാൻഡേർഡ് കൂടി എന്ന് പറയുന്നത് വേറെ ഒരു അർത്ഥത്തിലുമല്ല. നമ്മളടുത്ത് ആദ്യമൊക്കെ ഒരു പേഷ്യന്റോ ഒരു ക്ലയന്റോ വരികയാണെന്നുണ്ടെങ്കിൽ അവര് കുറെ സിംറ്റംസ് പറയുമായിരുന്നു. നമ്മൾ ആ സിംറ്റംസ് സമ്മറൈസ് ചെയ്തിട്ട് നമ്മളൊരു ഡയഗ്നോസിസിൽ എത്തുകയായിരുന്നു പതിവ്. എന്നാൽ ഇന്ന്, അതായത് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ടുള്ള പ്രതിഭാസം എന്താന്ന് വെച്ചാല്, അവര് വന്നിട്ട് നമ്മളടുത്ത് പറയുന്നത് സാധാരണ സിംറ്റംസ് ഒന്നല്ല. അവര് വന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഈ നാർസിസ്റ്റിക് ലാംഗ്വേജിന്റെ കോഡ്സ്, ടേംസ്, അതൊക്കെയാണ് ഡയറക്റ്റ് വന്നിട്ട് അടിക്കുകയാണ്. അപ്പോ വന്ന് പറയുന്നത് ഒരു ഫ്യൂ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കോട്ട് ചെയ്യാം. അതായത്, എനിക്ക് ട്രോമ ബോണ്ടിലുണ്ട്, എനിക്ക് ഹീൽ ചെയ്യാൻ കുറച്ച് സമയം വേണം. അടുത്തതായിട്ട് പിന്നെ പറയുന്നത് ലവ് ബോംബിങ് എനിക്ക് നേരത്തെ മനസ്സിലായത് കൊണ്ട് ഞാൻ അകന്നു നിൽക്കാൻ തയ്യാറായി. വേറൊരു എക്സാമ്പിൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കുറെ കാലമായി ഇത് സഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറെ കാലമായിട്ട് ഇത് സഹിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഗ്രേ റോക്ക് മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട ഹൈഫൈ ക്ലയൻസ് ആണ് ഇത് പറയുന്നത്. നോർമൽ ആവറേജ് ടു ആവറേജ് ജനതയാണ് ഈ ഇങ്ങനത്തെ ടേംസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അടുത്തത് പറഞ്ഞത് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുക, അവര് ആ സെന്റൻസ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അയാളുടെ മാനിപ്പുലേഷൻ നടക്കില്ല. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊരു ഈർഷവും ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ കലർന്ന ഒരു ഭാവത്തോടു കൂടിയാണ് നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ആ വ്യക്തി. അപ്പൊ പറയാ, അയാളുടെ മാനിപ്പുലേഷൻ ഒന്നും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല. അങ്ങനെ കുറെ ടേംസ് അവര് യൂസ് ചെയ്യുന്നതായിട്ടുള്ള നമ്മളെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ, നമ്മൾ കൗൺസിലേഴ്സ് ആയിട്ടുള്ള നമ്മള് ഈ ടേംസ് ഒന്നും പരിചയമില്ല എന്നുള്ള കാര്യം ഒരു ഖേദകരമായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, നോളജ് ഷെയർ ചെയ്യുന്തോറും അത് വർദ്ധിക്കുകയാണല്ലോ ചെയ്യുക. അങ്ങനെ കുറെ ടേംസ്, ഓൾമോസ്റ്റ് ഒരു 40 വേർഡ്സ് നമ്മൾ കോമൺ യൂസേജിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ 40 വേർഡ്സും, ഏകദേശം 40 കേട്ടോ, 40 വേർഡ്സും ആയിട്ട് ഒരു ചെറിയ പരിചയം നമ്മൾ ഈ സെഷനിലേക്കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ എനിക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കും പ്രയോജനപ്പെടണം. നിങ്ങൾ ആരെയാണോ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കും അത് ജീവിതത്തിൽ പ്രയോജനപ്പെട്ടെ എന്ന ആശയോടുകൂടി നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ആൻ അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞ പരിചയം, ആൻ അക്വൈൻറ്റൻസ് വിത്ത് ദ നാർസിസ്റ്റിക് ലാംഗ്വേജ്. ഈ പ്ലാറ്റ്ഫോം, ഈ ഒരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അവസരം തന്ന ബെഞ്ചമിൻ സാറിനോട് നന്ദി പറയുകയും, അതേപോലെ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സെഷനിലേക്ക് കിടക്കുകയാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്. 9 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, വൈകൃതങ്ങൾ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് കിട്ടുന്നില്ല. സ്വഭാവ വൈകൃതങ്ങൾ. ആ വൈകൃതങ്ങളിൽ 9 എണ്ണത്തിൽ ക്ലസ്റ്റർ ബിയിൽ പെടുന്ന
DSM 5 പെട്ട ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവലിലെ DSM 5 പെട്ട ഡിസോർഡർ ആണ് നമ്മളെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് ഒരു ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ് സ്വയം നൽകുക, സെൽഫ് ഇമ്പോർട്ടൻസ് നൽകുക, അതാണ് ഇതിന്റെ കോർ തീം. അതായത് നമ്മള് ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യില്ലേ, വലുതാക്കുക, ഊതി വലിപ്പിച്ച് വലുതാക്കി ഊതി വീർപ്പിച്ച് വലുതാക്കുന്ന അവസ്ഥക്കാണ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ആ ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് അതാണ് ഇവിടുത്തെ മുഖ്യ തീം. അവനവനോട് അമിതമായ ഇഷ്ടവും പ്രാധാന്യവും, എന്നാൽ മറ്റുള്ളവർക്ക് തീരെ മൂല്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് ഇവരുടെ മുഖ്യ സ്വഭാവം. ബേസിക് ഫാക്ടർ സെൽഫിഷ്നെസ് ടു ദ കോർ ആണ്. സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സ്വാർത്ഥത, അത് എല്ലാ തലത്തിലും, ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ, അങ്ങനെ എല്ലാ തലത്തിലും ഭയങ്കര അസൂയ, അമിതമായ ഞാൻ, എൻ്റെ, എനിക്ക് എന്ന് ഉപയോഗിക്കുക മാത്രമല്ല, നമ്മുടെ കൂടെ കഴിയുന്നവൻ, അതായത് വിക്ടിം, അത് ആ വേർഡ്സ് കൂടുതലായി ഉപയോഗിക്കുന്നു. തന്നെ പരിഗണിക്കാതെ അവരവര് മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തി. സ്വഭാവത്തില് ഗംഭീരത, അതായത് ഗ്രാൻഡിയോസിറ്റി, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഗ്രാൻഡിയോസിറ്റി, പിന്നെ അഭിനന്ദനങ്ങൾക്ക് ഇങ്ങനെ കാതോർത്തിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ലവ്സ് അപ്രിസിയേഷൻ, അതിങ്ങനെ വളരെ പ്രധാനപ്പെട്ടതാണ് ആൾക്ക്. സഹാനുഭൂതിയുടെ അഭാവം, സ്നേഹം എന്തെന്ന് അറിയില്ല, സ്നേഹിക്കാനും അറിയില്ല, സ്നേഹിക്കപ്പെടാൻ ഇഷ്ടമാണ്, പക്ഷെങ്കിൽ അങ്ങോട്ട് സ്നേഹിക്കാൻ അറിയാത്ത ഒരാളായിരിക്കും ഈ ഡിസോർഡറിലെ ആൾക്കാർ. അസൂയ ടു ദ കോർ. ഈ സിംറ്റംസ് നമ്മൾ ഗ്യാദർ ചെയ്യുമ്പോൾ നമുക്ക് 1 to 4 ഒരു ലെവൽ ഉണ്ട്. അതായത് നമുക്ക് കുറച്ചേ ഉള്ളൂ എങ്കിൽ ഒരു പ്ലസ് ഇടും, കുറച്ചധികം ആ സിംറ്റം നമുക്ക് കണ്ടു കിട്ടുകയാണെങ്കിൽ 2+ ഇടും, മാക്സിമം 4+ ആണ് വരിക. അത് ഇവിടെ ഈ സെൽഫിഷ്നെസ് 4+, അപ്രിസിയേഷൻ, ലവ് ചെയ്യുന്ന അവസ്ഥ 4+, സഹാനുഭൂതിയുടെ അഭാവം 4+, അസൂയ 4+, അഹങ്കാരം 4+, ചൂഷണാത്മകമായ പെരുമാറ്റം അതും 4+. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ്. ഇതിന്റെ എക്സാക്ട് കോസ് അൺനോൺ, അതായത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേത് മെഡിക്കൽ കണ്ടീഷനെ പറ്റിയിട്ട് പറയുമ്പോഴും എക്സാക്ട് കോസ് ഇസ് അൺനോൺ എന്ന് പറയാം. അതിൽ ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്ന കോസ് ജനറ്റിക്, പിന്നെ എൻവയറമെന്റൽ, ന്യൂറോബയോളജിക്കൽ, അല്ലെങ്കിൽ ഇതിന്റെ മിക്സ് ആവാം. ഇതിൽ പാരിസ്ഥിതിക ഘടകങ്ങളിൽ വരുന്ന, അതായത് എൻവയറമെന്റൽ കോസിൽ വരുന്ന അമിതമായ ലാളനയോ മാതാപിതാക്കളുടെ നെഗ്ലക്റ്റ്, അതായത് അവര് ശ്രദ്ധിക്കാതെ അവഗണനയോ പോലുള്ള ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആവാം. ജനറ്റിക്സിന് നല്ലൊരു റോൾ ഉണ്ട്. കാരണം നാർസിസ്റ്റിക് പാരന്റ്സ് ആണെങ്കിൽ അത് അച്ഛനായിക്കോട്ടെ അമ്മക്കായിക്കോട്ടെ ആർക്കായാലും ആ ട്രെയ്റ്റ് കുട്ടികളിൽ കാണുകയും അത് അവര് വലുതാവുമ്പോഴാണ് അത് പ്രകടമാകുന്നത്. ജെൻഡർ ഡിഫറൻസ് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അത് 2 ജെൻഡേഴ്സ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടുപേർക്കും പ്രകടമാകുന്നതായിട്ട് നമുക്ക് ക്ലയൻസിന് അങ്ങനെ കിട്ടും. നമുക്കിടയിൽ ആരിലും ഇത് കാണാം. അത് അച്ഛനാവാം, അമ്മയാവാം, കൂടപ്പിറപ്പാവാം, ഭാര്യക്കാവാം, ഭർത്താവിനാവാം, മക്കൾക്കാവാം, കൂടെ ജോലി ചെയ്യുന്നവർക്കാവാം, അങ്ങനെ ആർക്കുമാവാം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാല് ഒരു അബ്യൂസർ, അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അവരുടെ കൂടെ കഴിയുന്ന ആർക്കും ഒരു എക്സിറ്റ് ഡോർ ഉണ്ട്. പക്ഷേ ഒരാൾക്ക് മാത്രം അത് നിഷേധിച്ചിരിക്കുകയാണ്. അത് പങ്കാളിക്കാണ്. ഭാര്യക്കാവാം, ഭർത്താവിനാവാം. എക്സിറ്റ് ഡോർ ഇല്ലാന്നല്ല, അത് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഒരാളെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എക്സിറ്റ് ഡോർ നിഷേധിച്ചിരിക്കുന്ന ഒരേ ഒരാള് പങ്കാളിയാണ്.
ഇവരിൽ തന്നെ പുരുഷന്മാർക്ക് വീണ്ടും കുറച്ച് ആലോചിച്ച് തീരെ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോകാൻ സ്ത്രീകളെ കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമാണ്. എന്നാൽ എംപതി കൂടുതലുള്ള, അതായത് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എപ്പോഴും ഒരു പങ്കാളിയെ ചൂസ് ചെയ്യുമ്പോൾ അവര് എംപതി അങ്ങേയറ്റം 4+ ഉള്ള വ്യക്തികളെയാണ് ചൂസ് ചെയ്യുക. അതങ്ങനെയാണ്. അത് ജാതകം ഒപ്പിച്ച് വരുന്ന പോലെ ഇവരങ്ങനെയാണ് മാച്ച് ആവുക. ഇവർക്ക് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്ക് എംപതി എന്ന് പറഞ്ഞ സംഭവമേ അറിയില്ല, അവരുടെ ഡിക്ഷണറിയിലേ ഇല്ല അങ്ങനെ ഒരു സംഭവം. എന്നാൽ അവരുടെ പങ്കാളി, അത് ആരായിക്കോട്ടെ, ഭാര്യയാവാം ഭർത്താവാം, അവർക്ക് എംപതിയുടെ നിറകുടായിരിക്കും, മീൻസ് 4+ ആയിരിക്കും. അങ്ങനെ വരുമ്പോ സ്ത്രീകൾക്ക് ഈ എംപതി കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അവര് പെട്ടുപോകാറുണ്ട്. അതുകൊണ്ടാവാം നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ക്ലയൻസിന്റെ നമ്പർ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാറ്. പക്ഷെ അത് പുരുഷന്മാർ വിക്ടിമായി മാറുന്നത് ഒട്ടും കുറവല്ല. ഇനി നാർസിസത്തിന്റെ പിറകിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. അതിങ്ങനെയാണ്. 12th സെഞ്ചുറിയിലെ ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു റിവർ ഗോഡിന്റെയും ഒരു ജലദേവതയുടെയും മകനായിരുന്നു നാർസിസസ്. അതീവ സുന്ദരനും അഹങ്കാരിയും അസൂയാലുവുമായിരുന്നു ഈ നാർസിസസ്. അങ്ങനെയിരിക്കെ ഇവൻ വളർന്ന് വലുതായി വരുമ്പോ ഇവന്റെ അമ്മക്ക് ഒരു ദിവസം ഒരു ജ്ഞാനമില്ല ഒരാളെ കാണുകയും അവരെ ഈ കുട്ടിയെ കുറിച്ച് അവരിൽ നിന്ന് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഇടയായി. അങ്ങനെ വന്നപ്പോ ആ വൈസ്മെൻ, അതായത് അറിവുള്ള ഒരാള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ആരാണെന്ന് അറിയുന്നത് വരെ ഇവന്റെ ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ ആരാണെന്ന് അറിയുന്നത് വരെ ഇവന്റെ ലൈഫ് ഹാപ്പി ആയിരിക്കും. എല്ലാവരുടെയും ആരാധനയ്ക്ക് വേണ്ടി, അതായത് അഡ്മിറേഷൻ, പുകഴ്ത്തുന്നതിനും വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഈ നാർസിസസ്. ഇത് മാത്രമല്ല, മറ്റുള്ളവരോട് അങ്ങേയറ്റം പുച്ഛം, ഇൻസൾട്ട് ചെയ്യാനുള്ളൊരു പ്രവണത ഇവന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വരുന്ന പ്രേമാഭ്യർത്ഥനകളും മൊത്തം ഇവൻ റിജക്റ്റ് ചെയ്യും. അത് ഇവനൊരു ഹരായിരുന്നു. അങ്ങനെ ഇരിക്കെ മറ്റൊരു ജലദേവതയുടെ മോളായിരുന്നു എക്കോ, ECHO. നമ്മള് പ്രതിധ്വനി പറയുന്നില്ലേ, അത് തന്നെ. ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത്. അപ്പോ ഈ എക്കോ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇങ്ങനെ പ്രതിധ്വനി അവസാനത്തെ വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണല്ലോ ചെയ്യുന്നത്. അത് അവർക്ക് കിട്ടിയ ഒരു ശാപത്തിന്റെ ഫലമായിട്ടാണ് എന്നാ പറയുന്നത്. അപ്പൊ ഈ ഗ്രീക്ക് ഗോഡസിന്റെ റിവർ ഗോഡസിന്റെ മോള് ആയ എക്കോ ഇവനെ പ്രേമാഭ്യർത്ഥന നടത്തി. അതും ഇവൻ പതിവ് പോലെ എല്ലാവരുടെയും കാര്യത്തിലുള്ള പോലെ തന്നെ ഇവളെയും റിജക്റ്റ് ചെയ്തു. ആ റിജക്റ്റ് ചെയ്ത് ആ ഒരു അവസരം ത്തില് ഈ ദൈവങ്ങളായ ദൈവങ്ങൾക്കും ഈ എക്കോനും അത് തീരെ സഹിക്കാൻ പറ്റാതെ വളരെ കടുപ്പമുള്ള ഒരു ശാപം ഇവനില് കേസ് ചെയ്ത് വിട്ടു ഇവനെ, നാർസിസസിന്. ആ ശാപം ഇങ്ങനെയായിരുന്നു: അവന് മറ്റാരെയും സ്നേഹിക്കാൻ പറ്റില്ല, അവനെ തന്നെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു ആ ശാപം. അങ്ങനെ ശപിക്കപ്പെട്ട നാർസിസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവൻ ഒരു തടാകം കണ്ടു. തടാകത്തില് എന്തോ അവനെ പിടിച്ചു വലിക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്തു. അത് മറ്റൊന്നും ആയിരുന്നില്ല, അവന്റെ തന്നെ പ്രതിച്ഛായയിലോട് അവനൊരു സ്നേഹം തോന്നുന്നതായിരുന്നു സിറ്റുവേഷൻ. പക്ഷെ അവൻ അത് തിരിച്ചറിയാൻ പറ്റിയില്ല. എക്കോന് ഇത് പറയാനും പറ്റുന്നുണ്ടായില്ല, കാരണം അവള് പറയുന്നതൊക്കെ പ്രതിധ്വനിക്കല്ലോ. അപ്പൊ അവക്കും ഈ ഒരു കാര്യം കൺവേ ചെയ്യാൻ പറ്റിയില്ല. അവന് നോട്ടം മാറ്റാൻ പറ്റാതെ ഈ തടാകത്തിലെ തന്റെ റിഫ്ലക്ഷനെ തന്നെ നോക്കിയിരിക്കേണ്ട ഒരവസ്ഥ അവിടെ ഉണ്ടായി. കണ്ണ് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ആ പ്രതിച്ഛായ നോക്കി അവൻ ആ തടാകത്തിന്റെ വക്കിലിരുന്ന് പട്ടിണി കാരണം മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ
വളർന്ന ഡാഫോഡിൽ പൂക്കൾക്ക് വരെ നാർസിസസ് അല്ലെ നാർസിസ്റ്റ് എന്ന പേര് വന്നു എന്നാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പിന്നിലുള്ള കഥ. ഈ കഥക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല് ആ നാർസിസസിന് എന്തൊക്കെ സ്വഭാവ വൈരൂപ്യങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നാർസിസിസ്റ്റുകൾ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തികളാണെന്നാ പറയുന്നത്. അവർക്ക് ഉണ്ടാകുന്ന കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മെയിൻ സെഷനിലേക്ക് കയറാം. അവർക്ക് എമ്പതി ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അവരുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ഞാൻ സെൽഫ് സെന്റേർഡ് ആണ്. അവർക്ക് കളവ് പറയാൻ നിഷ്പ്രയാസം പറ്റും. അതെങ്ങനെയാ അവരങ്ങനെ കളവ് പറയാന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഇവർക്ക് അങ്ങനെയാണ്. ഇവർക്ക് നിഷ്പ്രയാസം ആരുടെ മുമ്പിലും കളവ് പറഞ്ഞ് നിൽക്കാൻ പറ്റും. വിൽ ഡു എനിത്തിങ് ടു പ്രൊട്ടക്ട് ദർ ഇമേജ്. അവരുടെ ഇമേജ്, സെൽഫ് ഇമേജ്, അതാണ് അഭിമാനം, അതാണ് അവർക്ക് ഏറ്റവും വലുത്. അതിനു വേണ്ടി ആളുകളെ ഉപയോഗിക്കാൻ അവൻ മടിക്കാറില്ല. ഈ അവൻ എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കി വെച്ചത് കൊണ്ടാണ് ഏത് ആൾക്കാർ ജെൻഡറിനും അത് ആപ്ലിക്കബിൾ ആണ്. ഇതിനെക്കുറിച്ച് ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബോധമില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ള ആ വ്യക്തിത്വ വൈകല്യം ഉള്ള ആള്, അതായത് അബ്യൂസർക്ക് ബോധം ഉണ്ടാവില്ല. അവര് മറ്റുള്ളവരുടെ പെയിൻ, വേദന കണ്ട് ആഹ്ലാദിക്കുന്ന കൂട്ടത്തില. അത് പുറത്ത് പ്രകടമാവില്ല. ഉള്ളിൽ അവരുടെ ആ ഈഗോ, അവരുടെ ആ ഒരു സെൽഫ് ഇമേജ് ആഹ്ലാദിക്കുക ചെയ്യുക മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ. ജലസി ടു ദ കോർ, അതായത് 4+. അത് അങ്ങേയറ്റം ജലസ് ആയിരിക്കും. അസൂയ, കുശുമ്പ്. അത് ഇന്ന ആളോടൊന്നുമില്ല, സ്വന്തം അച്ഛനായാലും അമ്മയായാലും മകനായാലും ഭാര്യയായാലും ആരുടെ നേട്ടങ്ങളായാലും പുള്ളിക്കാരന് ഭയങ്കര അസൂയായിരിക്കും. കൺസേൺ വിത്ത് ദാർ ഇമേജ്. എന്നാ മറ്റുള്ളവരുടെ ഇമേജിന് കോട്ടം വരുന്നുണ്ടോ അതൊന്നും പുള്ളിക്കാരന് ബോധം ഉണ്ടാവില്ല. നമ്മളെ ഇമേജ് പ്രൊട്ടക്റ്റഡ് ആവണം. വെരി മാനിപ്പുലേറ്റീവ്. ഈ മാനിപ്പുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഒരു അസാധാരണമായ സാമർഥ്യം ഇവരിൽ ഇൻബോൺ ആണ്. അങ്ങനെ വിക്ടിം, അതായത് നമ്മളെ ഇരയെ കൺഫ്യൂസ് ചെയ്ത് ഒരു വലയത്തിൽ കുടുക്കി കളയും. അസഭ്യം പറച്ചിൽ ടു ദ കോർ 4+. അവരെ ഫോൾട്ട് നമ്മളെ മേലെ ചാർത്തും. അതായത് അവരെന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും വിക്ടിമിന്റെ മുകളിലാണ് ആ കുറ്റം അടിച്ചേൽപ്പിക്കുന്നത്. അതേപോലെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറാവില്ല. അതേപോലെ ഈ തയ്യാന്ന് പറയില്ലേ, ആൾക്കാരെ ആ തയഞ്ഞ് പോകുന്ന അവസ്ഥ. അബാൻഡൻസ് പീപ്പിൾ വിത്തൗട്ട് നോ റീസൺ. ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കും. ഈ വേർഡ്സ് എല്ലാമാണ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇമോഷണലി അൺഅവൈലബിൾ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പം വിക്ടിം ആണെന്ന് വെച്ചോ, വിക്ടിം നമ്മുടെ വിഷമങ്ങള് അവരോട് പറയുകയാണെങ്കിൽ അവർക്ക് യാതൊരു ഭാവ വ്യത്യാസം ഉണ്ടാവില്ല. അതേസമയം അവരുടെ ഈ വിക്ടിം മോസ്റ്റ്ലി എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ആളായതുകൊണ്ട് തന്നെ അബ്യൂസർ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ സഹകരിക്കണം. എന്നാൽ വിക്ടിം നേരെ തിരിച്ചു പ്രതീക്ഷിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. അതിനാണ് ഇമോഷണലി അൺഅവൈലബിൾ എന്ന് പറയുന്നത്. ഇഗ്നോർസ് ആൻഡ് ഡിസ്റിഗാർഡ്സ് ദാർ നീഡ്സ്, അതേഴ്സ് നീഡ്സ് എന്നാണ്. ഇനി അടുത്ത ഓരോ ടേംസ് ഞാൻ ഇങ്ങനെ പറയാം. നാർസിസ്റ്റിക് വിക്ടിം പറഞ്ഞ പോലെ, ഇമോഷണലി അൺഅവൈലബിൾ പറഞ്ഞ പോലെ, അബ്യൂസർ എന്ന് പറഞ്ഞ പോലെ. അടുത്ത ടേം, നെക്സ്റ്റ് ടേംസിലേക്കാണ് ഗ്രാൻഡിയോസിറ്റി. ഈ ഗ്രാൻഡിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാർസിസത്തിന്റെ കീ ഫീച്ചർ ആണ്. എക്സാജറേറ്റഡ് സെൽഫ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി, അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ്. അതായത് താൻ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ അതിങ്ങനെ പുകഴ്ത്തി പറയാ, അത് ഭയങ്കര എന്തോ വലിയ കാര്യം ചെയ്തതാണ് എന്ന് പറയാ, മറ്റുള്ളവരെ എന്നാ തള്ളി പറയുക, പൊങ്ങച്ചത്തിന്റെ രാജാവ്. അടുത്ത വേർഡ് എൻടൈറ്റിൽമെന്റ്. സ്പെഷ്യൽ ട്രീറ്റ് മൂപ്പര് കൊതിക്കുന്നുണ്ട്. അതായത് എന്നെ എല്ലാവരും നല്ല രീതിയിൽ മാനിക്കുക, വാല്യൂ ചെയ്യുക, പുകഴ്ത്തുക, അഡ്മയർ ചെയ്യുക. അങ്ങനെ അതില്
ഇംഗ്ലീഷിൽ അത് വളരെ രസകരമായിട്ട് ഒരു ലൈൻ, ഒരു സെന്റൻസ് വരുന്നുണ്ട്. വാട്ട്സ് മൈൻ ഈസ് മൈൻ. എന്റേത് എന്താണോ, എന്തെല്ലാണോ അത് എന്റേതാണ്. ആൻഡ് വാട്ട്സ് യുവേഴ്സ് ഈസ് ഓൾസോ മൈൻ. അതായത് നിന്റേതും എന്റേതാണ്, കാരണം നീ എന്റേതാണല്ലോ. അതാണ്. അപ്പൊ നിന്റേതും എന്റേതും കൂടിയല്ലേ എന്നാണ്. അതേസമയം വിക്ടിം അത് ആ ഒരു സെന്റൻസ് പോലെ പെരുമാറുവോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഇയാളെ അസ്വസ്ഥരാക്കും. സ്വന്തം കുറ്റം ഏറ്റെടുക്കാതിരിക്കുക, വിസമ്മതിക്കുക, ലിമിറ്റേഷൻസ് അറിയാതെ പോവുക, ക്രിറ്റിസിസം ചെവികൊള്ളാതെ ഇരിക്കുക, ഇതൊക്കെ ഈ ഗ്രാൻഡിയോസിറ്റിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. മറ്റുള്ളവരെ വീഴ്ത്താനുള്ള ചാമൻ ചരിഷ്മ ഇയാൾക്ക് ഉണ്ടാവും. അതായത് നമ്മൾ പറയില്ലേ, അയാൾ എന്നെ വീഴ്ത്തിക്കളഞ്ഞു, ഈ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവളെ വലയത്തിൽ ഞാൻ പെട്ടുപോയി, അങ്ങനെയൊക്കെ പറയില്ലേ, അതിനാണ് ഈ ചാമൻ ചെറിഷ്മയില് വീണു പോവുക എന്ന് പറയുന്നത്. സ്വന്തം കഴിവുകളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് 95% ഓഫ് ദ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ട്രെയ്റ്റ്സിലെ ആൾക്കാരെല്ലാം സക്സസ്ഫുൾ ആയിരിക്കും. കാരണം അവര് ഒരു കാര്യവും വികാര വിചാരങ്ങളൊന്നും ഇല്ലാതെ, അവരൊരു കണക്ഷനോ ഇമോഷണൽ അറ്റാച്ച്മെന്റോ ഇല്ലാതെ അവരെ ലാഭത്തിന് വേണ്ടിയിട്ടും അവരെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവരിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. വളരെ പെട്ടെന്ന് അസ്വസ്ഥരാകും. എപ്പോഴാണെന്ന്, അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ക്രിട്ടിസൈസ്, കുറ്റം പറയുകയോ, അങ്ങനെ വിചാരിക്കാതെ അയാളുടെ കഴിവുകളെ കുറിച്ച് അയാൾക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവും. അതിനോട് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ ആ റിയാലിറ്റി എക്സ്പെക്ടേഷൻസ് ആയിട്ട് മീറ്റ് ചെയ്യാത്തൊരവസ്ഥ. ആ സമയങ്ങളിലൊക്കെ ഇദ്ദേഹം ആകെ തളർന്നു പോകും. ആ ഇൻസെക്യൂർ ഫീലിംഗ്, അവരുടെ ഈഗോനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉള്ള ആ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ് ഇവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പം ഗ്രാൻഡിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ വലിയവനാണ്, എന്നേക്കാൾ വലിയത് വേറെ ആരും ഇല്ല, നിനക്ക് എന്നെ കിട്ടിയത് എന്ത് ഭാഗ്യാണ്, വേറെ ആളെ കിട്ടിയിരുന്നെങ്കിൽ നിന്റെ കഥ കഴിഞ്ഞേനെ, അങ്ങനെയൊക്കെയുള്ള കുറെ സെന്റൻസസ് ഇവര് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാണാം. അത് അവരുടെ ആ ഗ്രാൻഡിയോസിറ്റി കാണിക്കുന്ന വേർഡ്സുകളാണ്. അടുത്ത ടേം ആണ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് ദ ട്രൂത്ത് ആൻഡ് മേക്ക് യു ഡൗട്ട് യുവർ സെൽഫ് ബൈ ഷൗട്ടിങ്. അതായത് ശബ്ദം എടുത്ത്, അതായത് ബഹളം കൂട്ടി ശബ്ദത്തിൽ സംസാരിക്കുക. ആ ശബ്ദത്തിൽ സംസാരിച്ചിട്ട് ആ ട്രൂത്തിനെ, സത്യത്തെ വളച്ചൊടിക്കുക. എന്തിനാ ലഹള ഉണ്ടാക്കിയത്, എന്തിനാ ബഹളം ഉണ്ടാക്കിയത്, ഈ നിസ്സാര കാര്യത്തിന് നീ എന്താ ഓവർ സെൻസിറ്റീവായി അല്ലെ ഇമോഷണൽ ആയിട്ടല്ലേ ഈ ഇങ്ങനെയാ നടന്നത്, അത് നിന്റെ ഓരോ പ്രശ്നമല്ലേ, നിന്റെ ഇമാജിനേഷൻ തോന്നലുകളല്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ നിനക്ക് ഞാൻ ഷൗട്ട് ചെയ്യുന്നതായിട്ട് നിനക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ സെന്റൻസസ് പറഞ്ഞ് ആ വിക്ടിമിന്റെ മനസ്സ് അങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആക്കും. അപ്പം വിക്ടിം ഇങ്ങനെ ആലോചിക്കും, ആരാണ് ഇപ്പം ബഹളം തുടങ്ങിയത്, എന്തായിരുന്നു റീസൺ, ഇത് ഇത്ര മാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമായിരുന്നു എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിട്ട് വിക്ടിമിന് ഒന്നും പറയാൻ പറ്റാത്തൊരു മോഡിലേക്ക് ഇയാള് ആ അവസരത്തിനെ മാറ്റിമറിക്കും. ഞാൻ ഇയാളെന്ന് പറയുന്നത് സ്ത്രീകളും ആവാട്ടോ, ഞാനൊരു ഒരു സിമിലാരിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അടുത്തത് ഇമോഷണൽ മാനിപ്പുലേഷൻസിൽ പെടുന്ന ഒന്നാണ് ഗിൽറ്റ് ട്രിപ്പിംഗ്. ഗിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം. വിക്ടിമിന്റെ പ്രോഗ്രസ് അല്ലെ സക്സസ് ഉണ്ടായി എന്ന് കരുതുക, അതിന് നമുക്കുണ്ടാകുന്ന ആ ഗുഡ് ഫീലിംഗ് ഉണ്ടാവില്ലേ. ഇപ്പൊ ഞാൻ വിക്ടിമാണെന്ന് ഇരിക്കട്ടെ, അപ്പൊ നമുക്കൊരു ഗുഡ് ഫീലിംഗ്, ആ ഗുഡ് ഫീലിംഗ് കണ്ടു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ജലസി ടു ദ കോർ ആണ്, അത് ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നീ വലിയ ആളായി പോയല്ലോ, മറ്റുള്ളവരെ മൈൻഡില്ലല്ലോ, പൂർണ്ണമായി സന്തോഷിക്കാൻ വിടില്ല, ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് കുറ്റബോധം ഉണ്ടാക്കി ചെയ്യിപ്പിക്കുക. നീ ബിസി ആണെന്ന് അറിയാം, എന്നാലും ഞാൻ കാരണമല്ലേ നിനക്ക് ജോലി കിട്ടിയത്, അതുകൊണ്ട് നീ എനിക്ക് അവൈലബിൾ ആയിരിക്കണം. അത് ഇന്നേ ആളെന്നൊന്നുമില്ല, ചിലപ്പം മക്കളായിരിക്കാം. ആ മക്കളെ നോക്കിയിട്ട് വരെ നിനക്ക് ജോലി കിട്ടിയത് ഞാൻ കാരണമല്ലേ, അപ്പൊ നീ എനിക്ക് സമയം കണ്ടെത്തണം. അങ്ങനെ ഈ കേൾക്കുന്നവന്റെ മൂഡ് മാറ്റും. അവര് ശരിയാണല്ലോ, ഇദ്ദേഹം പറയുന്നത് അനുസരിച്ച് കൊടുക്കേ നിവൃത്തിയുള്ളൂ,
മൂപ്പര് പറയുന്നത് ശരിയാണല്ലോ, അങ്ങനെ വിചാരിച്ചു പോകും ഈ വിക്ടിം, നാർസിസ്റ്റിക് വിക്ടിം. അടുത്തത് മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് ഉപയോഗിച്ച് നമ്മുടെ അടുത്ത് തന്നെ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക. അബ്യൂസർ ഉപയോഗിക്കുന്ന വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഒരിക്കലും മാച്ച് ചെയ്യില്ല. കൺട്രോൾ ഇൻ ആൻ അൺഫെയർ ആൻഡ് ഡിസ്ഹോണസ്റ്റ് വേ. അത് പല ടെക്നിക്സ് ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്ന ടെക്നിക്സ് എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ വരുതിയിൽ വരുത്തുക എന്നൊക്കെ പറയില്ലേ, അവരുടെ കൺട്രോളിൽ വരുത്തുക. അതിനാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ മാനിപ്പുലേഷൻ ടെക്നിക്സ് പലതും ഉണ്ട്. ഐസൊലേറ്റിംഗ് ദ വിക്ടിം, അതായത് വിക്ടിമിനെ കുറ്റപ്പെടുത്തി സൈഡാക്കുക, പുള്ളിക്കാരനെയോ കോർണർ ചെയ്യുക. അവർക്ക് ആരും ഇല്ല ഇതൊന്നും ഷെയർ ചെയ്യാന്നുള്ള മട്ടില് മറ്റുള്ളവരെയെല്ലാം ഇവരിൽ നിന്ന് അകറ്റുക. എക്സസീവ് ഫ്ലാറ്ററി ആയിരിക്കും, ഭയങ്കര ബോസ്റ്റ് ചെയ്യും, അതായത് പൊങ്ങച്ചം പറയും. അതേപോലെ തന്നെ ഈ വീക്ക്നെസ് ഇല്ലേ, വൾണറബിലിറ്റീസ് എന്നാണ് ഈ നാർസിസത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇത് പറയുന്നത്. വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പെട്ടെന്ന് അടിമപ്പെടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് കരയുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാന്ന് വെച്ചോ. അപ്പൊ അങ്ങനത്തെ ഒരു വേദിയിൽ വെച്ചിട്ട് ഇവിടെ കരയുന്ന ഉള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ കരയിപ്പിക്കുക. അങ്ങനെ നമ്മളെ വൾണറബിലിറ്റീസിൽ അവര് കൈവയ്ക്കും. അങ്ങനെ വിക്ടിമിനെ കോർണർ ചെയ്യുന്നൊരവസ്ഥ. കാര്യമായി ഇനി അടുത്ത ടേമാണ് ലവ് ബോംബിങ്. ഇതും നാർസിസത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ 4+ അർഹിക്കുന്ന ഒരു സിംറ്റമാണ്, ഒരു ടേമാണ്. കാര്യമായ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് പുകഴ്ത്തലാവാം, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതാവാം, എവിടെയെങ്കിലും ടൂർ കൊണ്ടുപോകുന്നതാവാം, സോപ്പ് ഇടുക എന്ന് പറയില്ലേ, അങ്ങനെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് സോപ്പ് ഇടുകയാണെന്ന് പറയില്ലേ, അത് തന്നെ. ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ് ഇൻ എ റിലേഷൻഷിപ്പാണ് ഈ ലവ് ബോംബിങ്. അത് ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാം. അത് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാവും. വളരെ പെട്ടെന്ന് തന്നെ സോൾമേറ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങിൽ പോയി, അല്ലെങ്കിൽ പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇദ്ദേഹത്തിന് പറ്റിയ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആത്മമിത്രം അല്ലെങ്കിൽ സോൾമേറ്റ് അല്ലെങ്കിൽ ആത്മസഖി എന്ന പട്ടം ചാർത്തും. പിന്നെ നോൺ സ്റ്റോപ്പ് അറ്റൻഷൻ ഇങ്ങനെ ക്രേവ് ചെയ്തിരിക്കും. ഈ ഇപ്പം സ്ത്രീകളാണ് വിക്ടിമെങ്കിൽ നോൺ സ്റ്റോപ്പ് അറ്റൻഷൻ ഈ ഇദ്ദേഹം ക്രേവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ അറ്റൻഷൻ എന്ന് പറയുന്നത് ചിലപ്പം ടെക്സ്റ്റ് മെസ്സേജസിലേക്കൂടെ, കോൾസ്, ഗിഫ്റ്റുകൾ, അങ്ങനെ എന്തും ഇദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവർക്കൊരു സെക്കൻഡ് പോലും ഈ സോൾമേറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ധരിപ്പിക്കും. അവരുടെ പേഴ്സണൽ സ്പേസിൽ അവർക്ക് തന്നെ പേഴ്സണൽ സ്പേസ് വേണ്ട, ആരാധന മൂത്ത് ഇരിക്കുകയാണ്. റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ ആരാധിക്കുന്നത് പോലെ തോന്നിപ്പോകും. പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് കമ്മിറ്റ്മെന്റിനായി നീങ്ങുന്നത്, ഫാസ്റ്റ് കമ്മിറ്റ്മെന്റിനെ തിടുക്കം കൂട്ടുന്നതായിട്ട് കാണാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് വേണം കല്യാണം, പെട്ടെന്ന് അത് കല്യാണം കഴിയുകയാണെങ്കിൽ പെട്ടെന്ന് ഹണിമൂൺ, പിന്നെ പറയും പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു വീട്ടിലേക്ക് മാറാം, പിന്നെ പറയും പിന്നെ ലിവിങ് ടുഗെദർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതൊന്ന് ഫിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാം പെട്ടെന്ന് ചെയ്യാനുള്ളൊരു തിടുക്കം കൂട്ടുന്നതായിട്ട് കാണാം. വിക്ടിം ഒന്ന് മാറി നമ്മുടെ പേഴ്സണൽ സ്പേസിൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിനക്ക് എനിക്കുള്ള സ്നേഹമൊന്നും നിനക്കില്ല അല്ലെ എന്നുള്ള ഒരു വാചകം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായി കാണാം. ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ ഈ പങ്കാളിയുടെ എല്ലാ ഇൻട്രസ്റ്റുകളും വീക്ക്നെസ്സും ഇദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടോ. അതിനെയാണ് എന്നിട്ട് ആ വീക്ക്നെസ്സും സ്പെഷ്യൽ ഇൻട്രസ്റ്റും, അപ്പൊ നമുക്ക് ഇതല്ലേ ഇഷ്ടം, നിനക്ക് ഇന്ന കാര്യങ്ങളല്ലേ ഇഷ്ടം, അങ്ങനെ എനിക്കും അത് തന്നെ ഇഷ്ടം, എനിക്കും ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടം, എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിനോടാണ് അഭിപ്രായം എന്നിങ്ങനെ പറഞ്ഞ് അവര് പറയുന്നത് പോലെ തന്നെ പറയാനും ചെയ്യാനും ഉള്ള ഇഷ്ടം ആണ് എന്ന് പ്രകടിപ്പിക്കും. അതിനാണ് മിററിംഗ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡേ. അതിനാണ് മിററിംഗ് എന്ന് പറയുന്നത്. അവസാനം വിക്ടിമിന് എന്താ തോന്നുന്നറിയോ, ഇദ്ദേഹം ഞാൻ വിചാരിച്ച ആള് തന്നെ, രണ്ടുപേരുടെയും വൈബ് മാച്ച് ആവുന്നുണ്ട്,
മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് ഇദ്ദേഹത്തിന് മാറാൻ കഴിയും. അത് ആക്ച്വലി ഒരു ലവ് അല്ല, നമ്മൾ പറയുന്ന പോലത്തെ ഒരു സ്നേഹോ അല്ലെങ്കിൽ സ്നേഹ പ്രകടനം ഉണ്ടെങ്കിലും അതൊരു സ്നേഹമല്ല, അതൊരു കൺട്രോൾ ആണ്, ടൈപ്പ് ഓഫ് കൺട്രോൾ ആണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന വിക്ടിം അവരുടെ എല്ലാ കാര്യങ്ങളും സൈഡാക്കി ഇദ്ദേഹവുമായി ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പിന്നെ ഇവരോട് അടുക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ടൈം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ സ്വഭാവം ആകെപ്പാടെ മാറിയും. പിന്നെ തുടങ്ങുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് ആ ഒരു കൺട്രോളിങ് സ്വഭാവം ഇവർക്ക് വന്നു തുടങ്ങും. അവർ കാണിച്ച സ്നേഹം കൊണ്ട് നമ്മളിൽ കുറ്റബോധം ഉണ്ടാക്കും, ഒറ്റപ്പെടുത്തും, അവോയ്ഡ് ചെയ്യും. ഇപ്പൊ പങ്കാളി ഉള്ള സമയം മൊത്തം മാറ്റിവെച്ച് അവരുടെ പേഴ്സണൽ സ്പേസിൽ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ മാറ്റിവെച്ച് ഇദ്ദേഹവുമായിട്ടോ അല്ലെങ്കിൽ ഇവരുമായിട്ടോ ഇടപെടാം എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ ഇവർക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ്, ഇവർക്ക് പിന്നെ ഇവരെ വേണ്ട. ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ മുഖം വീർപ്പിച്ച് നടക്കുക, സംസാരമേ ഇല്ല, വിക്ടിമിന് ഒരു ഇമോഷണൽ വിഡ്രോവൽ ഫീൽ ഉണ്ടാവും. ആ അസ്വസ്ഥത അല്ലെങ്കിൽ പ്രഷർ താങ്ങാൻ പറ്റാതെ അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കും. അങ്ങനെയാണ് ഈ വിക്ടിം അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു പോകുന്നത്. ഇനി അടുത്തത് ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് ഒരു തേർഡ് പേഴ്സണിനെ കൊണ്ട് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഓഫീസിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ ഒരു ബോസ് ഉണ്ട്, ഒരു വിക്ടിം ഉണ്ട് എന്ന് വെച്ചോ. അപ്പൊ ഒരു തേർഡ് പേഴ്സണിനെ കൊണ്ട് ഇദ്ദേഹം ഈ നമ്മളെ ഡിസോർഡർ ഉള്ള ആള്, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആള് ഒരു തേർഡ് പേഴ്സണിനെ കൊണ്ട് വിക്ടിമിനിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക. ഇവരുടെ അതേ വൈബ് ഫോളോ ചെയ്യുന്ന ആളായിരിക്കും ഈ തേർഡ് പേഴ്സൺ. ആ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന പേരാണ് ട്രയാങ്കുലേറ്റർ. അവർ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്, കണ്ടില്ലേ, ഇവർക്ക് അങ്ങനെ തോന്നുന്നില്ല, നിനക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഒക്കെ പ്രശ്നം. ഇത് കേൾക്കുമ്പോൾ വിക്ടിം സ്വന്തം റിയാലിറ്റി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. അവര് പറയുന്നത് അങ്ങ് സമ്മതിച്ചു കൊടുക്കും, അധികം ബഹളത്തിന് നിൽക്കില്ല. മേക്സ് യു ഫീൽ ഇനാഡിക്വേറ്റ്. അപ്പം ഈ വിക്ടിം എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ഓ എനിക്കിതൊന്നും വയ്യ, എനിക്കിതൊന്നും താങ്ങാൻ ഇല്ല, ശേഷിയില്ല. അപ്പം ഇവര് പറയുന്ന പോലെ തന്നെ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. ആദ്യമൊക്കെ ഇവര് നമ്മളെ വീക്ക്നെസ് എന്താണോ എന്ന് കണ്ടുപിടിക്കും. അത് വീക്ക്നെസ് ചിലപ്പം കോൺഫിഡൻസ് ലെവലിലായിരിക്കാം, അല്ലെങ്കിൽ നോളജിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസസിലായിരിക്കാം. അങ്ങനെ എന്തിലും ആയിക്കോട്ടെ ഇവര് വിക്ടിമിന്റെ വീക്ക്നെസ് ആദ്യം കണ്ടുപിടിക്കും. ഒരു സെക്കൻഡ്. എന്നിട്ട് ആ വീക്ക്നെസ് കണ്ടുപിടിച്ചതിന് ശേഷം അവര് അതിൽ കുറച്ച് ഐഡിയാസ് ഫോം ചെയ്യും. എന്നിട്ട് അഡ്വൈസസ് ഓർ ഐഡിയാസ് ഇവര് നൽകാൻ തുടങ്ങും. ആദ്യമൊക്കെ ആ വ്യക്തിമിന് അത് ശരിയാണെന്ന് തോന്നും. ലേറ്റർ ഓൺ അവർക്ക് അവർ അതിൽ വിവരമുള്ളൂ, അവർക്കേ അതിൽ വിവരമുള്ളൂ എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ വിക്ടിം അവരുടെ വഴിയിൽ വരുന്നില്ല എന്ന് കാണുമ്പോൾ ഡിസ്കഷൻസ് ആൻഡ് ആർഗ്യുമെന്റ്സിലേക്ക്, ഡിബേറ്റ് ഫോമിലേക്ക് അത് കയറും. അങ്ങനെ വരുമ്പോഴേക്കും വിക്ടിമിന് മടുത്തു തുടങ്ങും. അപ്പൊ അവര് കാര്യം സാധിക്കും. എന്ത് കാര്യമാണോ അവരെ കൊണ്ട് പറ്റുന്നത്, എന്തിനാണോ ഈ ഡിസോർഡറുള്ള അബ്യൂസർ നമ്മളോട് ആവശ്യപ്പെടുന്നത്, അതിന് വഴങ്ങിക്കൊടുക്കും, വൾണറബിളായി നിന്നു കൊടുക്കും. അടുത്ത ടേം ആണ് ബോംബാർഡിങ് വിത്ത് ഇൻഫർമേഷൻസ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറെ കാര്യങ്ങളെ കുറിച്ച് ഇവർക്ക് വിവരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നോളജ് ഉണ്ടാവില്ല. ഇവർക്കുള്ള കാര്യത്തിനെ പറ്റിയിട്ട് അവരുടെ എല്ലാ ഇൻഫർമേഷനും ഇവർ ഗ്യാദർ ചെയ്യും. ഫാക്ട്സ്, ഫിഗേഴ്സ്, ഇൻഫർമേഷൻസ്, നോളജ്, അതൊക്കെ ഒരു കാര്യത്തിനെ കുറിച്ച് ഏതിലാണോ വിക്ടിം വീക്ക് ആയിട്ടുള്ള ആ കാര്യത്തിനെ കുറിച്ച് കറക്റ്റ് ഇൻഫർമേഷൻ ഇവർ ഗ്യാദർ ചെയ്യും. അത് വളരെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും.
എന്നിട്ട് ഒരു ഡിബേറ്റ്, അതായത് നമുക്ക് ഒരു കാര്യം സാധിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിക്ടിമിന്റെ മുമ്പിൽ ഇതങ്ങോട്ട് ഇറക്കും. അപ്പം വിക്ടിം ആദ്യം ഒന്ന് സംശയിച്ച് നിൽക്കും, ഞാൻ പറഞ്ഞതാണല്ലോ ശരി, ഇതെങ്ങനെയാ ഇങ്ങനെ സംഭവിക്കുക. പിന്നെ ലേറ്റർ ഓൺ വിക്ടിം വിചാരിക്കും, എന്തായാലും ഫാക്റ്റും ഫിഗേഴ്സ് ഒക്കെ ആയിട്ട് കാണാം, ഇത്ര പൈസന്റെ കണക്ക് കാണിക്കുന്നുണ്ടല്ലോ, ഇത്ര കാര്യങ്ങൾ ആ സമയസഹിതം അദ്ദേഹം പറയണമെന്നുണ്ടല്ലോ, പിന്നെ അതങ്ങ് വിട്ടുകളയും. എന്നാ ശരി, ഇയാള് പറയുന്നത് തന്നെ ശരി. ഇതൊക്കെ ഒരു മാനിപ്പുലേഷൻ ടാക്ടിക്സ് ആണ്. വാസ്തവത്തിൽ റിയാലിറ്റി സിമ്പിൾ ആയിരിക്കും. ഈ വ്യക്തിത്വ വൈകല്യമുള്ള ആളുടെ ഇടപെടൽ കൊണ്ട് അത് കോംപ്ലക്സ് ആയി മാറുക ചെയ്യുന്നത്. അടുത്തതാണ് നാർസിസ്റ്റിക് മാസ്ക്, അതായത് മുഖം മൂടി. ഇവർക്ക് ഈ മുഖം മൂടി അണിഞ്ഞേ മതിയാവും. അതായത് യഥാർത്ഥ പേഴ്സൺ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പാണ്. ഇവരുടെ ഈഗോ അത്രയും സൂപ്പർ ഈഗോ ആണ്. അപ്പോ ആ ഈഗോനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതൊരു ഓവർ ഇൻഫ്ലേറ്റഡ് പോസിറ്റീവ് സെൽഫ് ഇമേജ് അല്ലെങ്കിൽ ഗ്രാൻഡ്യോസ് ബിഹേവിയർ കാണിച്ചുകൊണ്ടേയിരിക്കും. ദീസ് ആർ ആക്ച്വലി എ ഫസാഡ് എന്ന് പറയുന്നത്. ഫസാഡ് എന്ന് പറയുന്നത് ഒരു മുഖം മൂടി എന്നുള്ളതാണ് അർത്ഥം. FACADE. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കൺസീൽ ദ ഫ്രജൈൽ സെൻസ് ഓഫ് സെൽഫ് വർത്ത്. ഒരു സുരക്ഷാ കവചം അണിഞ്ഞിരിക്കുകയാണ് ഇവര്. എന്തിന്? ഈഗോ പ്രൊട്ടക്ട് ചെയ്യാൻ. എമ്പത്തി അല്ലെ സഹാനുഭൂതിയും സ്നേഹവും കരുണയും മറ്റുള്ളവരോട് തോന്നാത്ത ഒരു ജന്മം. അവർക്ക് പറ്റാത്തത് മറ്റുള്ളവർക്ക് പറ്റുന്നു എന്ന് കാണുമ്പോഴുള്ള കുശുമ്പ്, അസൂയ, അത് ആരോടും എന്തിനോടും അങ്ങേയറ്റം ജലസി തോന്നുന്ന അവസ്ഥ. ഗ്രാൻഡ്യോസിറ്റി പറ്റി വാഴ്ത്തി പറയുന്ന വരുവോളം സ്വന്തം പൊക്കി സന്തോഷം കണ്ടെത്തുന്ന പേഴ്സണാലിറ്റി. അതാണ് ഈ നാർസിസ്റ്റിക് മാസ്ക്, ഒരു മുഖം മൂടിയുടെ പ്രത്യേകതയാണ് പറഞ്ഞത്. ഇനി അടുത്ത ടേം ആണ് ഇമോഷണൽ ടേമോയിൽ. അതിങ്ങനെയാണ്: വളരെ പ്രക്ഷുബ്ധമായതും സംഘർഷഭരിതമായതും അതിശക്തമായ വികാരങ്ങളും സാഹചര്യങ്ങളും ഒരുവന്റെ മാനസികവും വൈകാരികവുമായ ബാധിക്കുകയും ആ ഇൻഡിവിജ്വലിന്റെ റുട്ടീനെ ബാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഇമോഷണൽ ടേമോയിൽ എന്ന് പറയും. അതായത് നമ്മളെ ഇദ്ദേഹം വളരെ ബഹളം കൂട്ടി കുറെ അബ്യൂസ് ചെയ്ത് അങ്ങനെ സംഘർഷഭരിതമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം ഈ വിക്ടിമും അബ്യൂസറും ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെയാ മറികടക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അത് തിരിച്ചറിയാം. അതിനാണ് ഈ ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടാവണം എന്ന് പറയുന്നത്. അത് തിരിച്ചറിയാം, അത് അംഗീകരിക്കുക, കൂടുതൽ അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുക, അതിനെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ടെൻഷൻ റിലീസ് ചെയ്യുക, റീകണക്ട് ചെയ്യുക, സോഷ്യലി കണക്ട് ചെയ്യുക. അതായത് നമ്മൾ ആരോടും ഉണ്ടാത്തൊരു പ്രകൃതമാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ടഫായിരിക്കും. സോഷ്യൽ കണക്ഷൻസ് അത്യാവശ്യമാണ്. അടുത്ത ടേം ആണ് സെൽഫ് ഡൗട്ട്. സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് സ്വന്തം ഐഡന്റിറ്റീനെ സംശയിക്കുക. ഈ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഹെൽത്തി സെൽഫ് ഡൗട്ടും ഉണ്ട്, അൺഹെൽത്തി സെൽഫ് ഡൗട്ടും ഉണ്ട്. ഈ ഹെൽത്തി സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന്റെ എക്സാമ്പിൾ ഇങ്ങനെയാ. അതായത് നമ്മളൊരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമ്മളിങ്ങനെ സംശയിക്കുക, ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടുന്നത്ര രീതിയിൽ പഠിച്ചിട്ടുണ്ടോ, കാര്യങ്ങൾ അറിയാൻ പറ്റുമോ, എനിക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നമ്മൾ തന്നെ ഡൗട്ട് ചെയ്യാണ്. അത് നമ്മൾ അതിന്റെ ആൻസേഴ്സ് സീക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട് കാര്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരാനും അറിയാനും വളരാനും അത് സഹായകമാവും. നേരെ മറിച്ച് അൺഹെൽത്തി സെൽഫ് ഡൗട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞത് ശരിയാവുമോ, ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത് തെറ്റിപ്പോവുമോ, എല്ലാവരുടെയും മുമ്പിൽ നാണക്കേടാവുമോ, ജീവിതത്തിൽ തോറ്റു പോകുമോ, ഈ വക ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ അതൊരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടില്ല, അതൊരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞത് കൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഇത് കേൾക്കുമ്പോൾ ഇത് സ്വന്തമായിട്ട് തന്നെ ഒരു ട്രസ്റ്റ് ഇല്ലാതാവും. നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് ആ ട്രസ്റ്റ്
ഇല്ലാതായി പോകും. അതിനെയാണ് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷൻ ഇവിടെ അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലെ ആളുടെ കൂടെ കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ വിക്ടിം എത്തിച്ചേരുന്നതാണ്. അടുത്തതാണ് ബേൺ ഔട്ട്. ബേൺ ഔട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇമോഷണൽ എക്സോഷൻ, അതായത് വൈകാരിക തളർച്ച എന്ന് പറയും, അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് സെൽഫ് വർത്ത്. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു മതിപ്പും ഇല്ല, മറ്റുള്ളവരെ വിശ്വാസവും ഇല്ല. കോൺസ്റ്റന്റ് മാനിപ്പുലേഷന്റെ ഫലമായും ഗ്യാസ് ലൈറ്റിംഗ്, ബ്ലെയിം ഷിഫ്റ്റിങ്ങിന്റെ ഫലമായും ഉണ്ടാവുന്ന ഒരു മാനസിക തളർച്ചയാണ് മാനസികവും വൈകാരികവുമായിട്ടുള്ള തളർച്ചക്കാണ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. അടുത്ത ടേം ബ്ലെയിം ഷിഫ്റ്റിംഗ്. ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ അബ്യൂസേഴ്സ് ചെയ്ത ഒരു കുറ്റം അല്ലെങ്കിൽ തെറ്റ് മറ്റൊരാളുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന തന്ത്രം. ഇങ്ങനെ ചെയ്യുമ്പോൾ വിക്ടിം ആകെ കൺഫ്യൂസ്ഡ് ആവും. സെൽഫ് ഡൗട്ട്, നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ സെൽഫ് റിയാലിറ്റിയെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടുന്ന ഗതികേടാവും. ഉറക്കെ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വയം തുടങ്ങും കുറ്റം ഏറ്റുവാങ്ങി ഇരിക്കുന്നതായിരിക്കും പിന്നെയും മനസ്സമാധാനം തരിക. അങ്ങനെ ഈ വിക്ടിം അതിനും വഴങ്ങും. ഇങ്ങനെ ചെയ്യേണ്ടുന്ന കാര്യം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ ഡിഫ്ലക്ഷൻ എന്ന് പറയും. ഡിഫ്ലക്ഷൻ, DEFLECTION. ബ്ലെയിം ഷിഫ്റ്റിംഗ് ഡിഫ്ലക്ഷനും വ്യത്യാസം മനസ്സിലായില്ലേ? അവരവര് ചെയ്യുന്ന കുറ്റം മറ്റുള്ളവരുടെ തലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നാ അത് റെസ്പോൺസിബിലിറ്റി, അവനവന്റെ കടമകളാണ് മറ്റുള്ളവരെ ഏൽപ്പിച്ച് രക്ഷപ്പെടുന്നതിന് ഡിഫ്ലക്ഷൻ. രണ്ടും കടമകളും കുറ്റം ചുമത്തുന്നതാണ് ഡിഫറൻസ് വരുന്നത്. അബ്യൂസസ് അല്ലെങ്കിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന സ്വഭാവത്തിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുകയില്ല. അവരൊരിക്കലും ഞാനാ ചെയ്തത്, ഞാനത് ചെയ്തു പോയി, സോറി എന്ന് പറയുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നത്? നീ കാരണം ഇങ്ങനെ സംഭവിച്ചു, നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും മോശമാവില്ലായിരുന്നു അവസ്ഥ. അങ്ങനെ ആ വിക്ടിമിന്റെ തലയിൽ ആ ഒരു കുറ്റം അങ്ങോട്ട് ചേർത്തും. അതും ഒരു ഫോം ഓഫ് കൺട്രോൾ ആണ്. അപ്പം വിക്ടിം എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു കുറ്റബോധം തോന്നും. ആദ്യമൊക്കെ വിക്ടിം അത് മൈൻഡാക്കില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞത് കാരണം ഈ വിക്ടിം അത് ഏറ്റെടുക്കാൻ തുടങ്ങും. ഒരു കുറ്റബോധം അവർ പേറി കാര്യം സാധിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവർ പറയും അതൊരു ജോക്കല്ലേ, അത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാനുണ്ടോ? അങ്ങനെ അവര് പറയുന്നതൊക്കെ ജോക്കായിട്ട് എടുക്കുക, നമ്മൾ പറയുന്നതൊക്കെ അവര് സീരിയസ് ആയിട്ട് എടുക്കുക. ജോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് എടുക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ. അടുത്ത ഒരു ടേം ആണ് ഡിക്റ്റേറ്റർഷിപ്പ്. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ചമയ, എല്ലാം ഓർഡറിങ്, ബാക്കിയുള്ളവർ അടിമകളെ പോലെ അതനുസരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഇവർക്ക് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ക്രിറ്റിസിസം. ഇവരെ കുറ്റപ്പെടുത്താൻ പാടില്ല ആരും. അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവരാകെ അൺസ്റ്റേബിൾ ആവും. അടുത്തൊരു ടേമാണ് നാർസിസ്റ്റിക് സപ്ലൈ. നാർസിസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള നമ്മുടെ അബ്യൂസർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവരെ പുകഴ്ത്താനാണ്. പുകഴ്ത്തുക, പ്രശംസിക്കുക, അഡ്മയർ ചെയ്യുക, വാല്യൂ കൊടുക്കുക. നമ്മൾക്കിപ്പോ നമ്മളെ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിനെ നമുക്ക് അങ്ങനെ സൈഡാക്കാൻ തോന്നില്ലല്ലോ. അതേപോലെ എല്ലാവരും ഇവരെ അങ്ങനെ കൺസിഡർ ചെയ്യണം എന്നാണ് ഇവരുടെ ആഗ്രഹം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണേ. അപ്പൊ ഇദ്ദേഹം ഒന്ന് പൊങ്ങും, ഇദ്ദേഹത്തിന്റെ ഈഗോ ഒന്ന് ആഹ്ലാദിക്കും. ശരിയാണല്ലോ, ഞാൻ ഭയങ്കര കാര്യം, അത് ആർക്കായാലും കാര്യമാവും, എന്നാലും ഇദ്ദേഹം ക്രേവ് ചെയ്യും ആ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ പറയുന്ന ആള് കുറച്ചു കാലത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് റോൾ മോഡലായിരിക്കും. ആ വ്യക്തി പറയുന്ന പേരാണ് നാർസിസ്റ്റിക് സപ്ലൈ. ഇപ്പം ഫോർ എക്സാമ്പിൾ അച്ഛൻ പറയാണ്, നീ ഇല്ലെങ്കിൽ
നമ്മൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലായിരുന്നു. അപ്പൊ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിക്ക് അച്ഛൻ കുറച്ചു കാലത്തേക്ക് ഒരു സപ്ലൈ ആണ്. ആ സമയത്ത് വേറൊരു കോണ്ടെക്സ്റ്റിൽ ഒരു നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അവര് ഇദ്ദേഹത്തിന്റെ എല്ലാ കുറ്റങ്ങളും ചുമക്കേണ്ടതിനാണെന്ന് ധരിച്ച് അവൻ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സപ്ലൈ ആണ്, നാർസിസ്റ്റിക് സപ്ലൈ എന്ന് പറയും. അങ്ങനെ മൂപ്പര് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരെ എടുത്ത് ചെയ്യുന്ന ഒരാൾക്ക് അത് അങ്ങനെ പറയുന്ന പേരാണ് നാർസിസ്റ്റിക് സപ്ലൈ. അത് ആരും ആവാം, അവർക്ക് ചുറ്റുമുള്ള ആരും ആവാം, അത് പങ്കാളിയാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുക്കുന്ന ആരും നാർസിസ്റ്റിക് സപ്ലൈ ആണ്. അത് പെട്ടെന്ന് മടുക്കുകയും ചെയ്യും കേട്ടോ. അതിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നാർസിസ്റ്റിക് സപ്ലൈസിനെ പെട്ടെന്ന് ഇയാൾക്ക് മടുത്ത് വേറൊരു സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഓൾഡ് സപ്ലൈനെ ഇയാള് ഡിസ്കാർഡ് ചെയ്യും. അടുത്തതാണ് ട്രോമ ബോണ്ട്. അബ്യൂസർ ആൻഡ് വിക്ടിമിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു അൺഹെൽത്തി ഇമോഷണൽ കണക്ഷനാണ് ട്രോമ ബോണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കാലം ഈ വിക്ടിമും ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ലവ് ബോംബിങ് ചെയ്തിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ കാണിച്ചിട്ടുണ്ടാവും, ഇദ്ദേഹം കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അത് ഒന്നും ലവിന്റെ പേരിലല്ല, ഔട്ട് ഓഫ് കൺട്രോൾ ചെയ്യാൻ വിധത്തിൽ അത് ഈ വിക്ടിമിന് ഓർമ്മ വരും. എത്ര അബ്യൂസ് ചെയ്താലും എത്ര നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഈ എംപത്തറ്റിക് ആയിട്ടുള്ള വിക്ടിം അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കും. എന്നാലും ഇവള് കുറച്ചു കാലം എൻ്റെ കൂടെ നല്ല പോലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഇവളെ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഈ ഒരു സ്നേഹത്തിന്റെ പേരില് ഏതോ ഒരു നിമിഷത്തിൽ ഏതോ കുറച്ചു കാലം ഒരു ലവ് ബോംബിങ്ങും ഒരു സ്നേഹമൊക്കെ തോന്നിയ നിമിഷങ്ങൾ ഈ വിക്ടിമിനെ പിടിച്ചു നിർത്തും ഈ റിലേഷൻഷിപ്പിൽ തന്നെ. അങ്ങനെ തോന്നുന്ന ഒരു വികാരമാണ് ഈ ട്രോമ ബോണ്ട്. അപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള നമ്മുടെ അബ്യൂസർ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അപ്പം ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അബ്യൂസർ ഇത്രയെല്ലാം ദ്രോഹിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും അവരുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെയും അവരുടെ നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇറങ്ങി പൊക്കൂടെ ഇന്ന് നമുക്ക് സൊസൈറ്റിയിലെ ബാക്കിയുള്ള ഇവരെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം തോന്നിയേക്കാം. പക്ഷെ കൂടെ നിൽക്കുന്ന ആള് എടുത്ത് അത് ചോദിക്കുമ്പോൾ വിക്ടിംസ് വന്നിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. എന്നാലും ഏതൊക്കെയോ നിമിഷങ്ങളിൽ അങ്ങനെ നല്ലൊരു കാര്യം നടന്നിട്ടുണ്ട്, ഏതെല്ലോ നല്ല നിമിഷങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് വിട്ടുപോവാൻ നമുക്ക് തോന്നുന്നില്ല. അതിനാണ് ട്രോമ ബോണ്ടിങ് പറയാം. ഇയാളെ എനിക്ക് വേണ്ടി നന്നാവും, ഏതെങ്കിലും ഒരു കാലത്ത് നന്നാവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യാമോഹം മാത്രമാണ്, അവര് നന്നാവുന്നില്ല. അങ്ങനെ അടുത്തതാണ് ഫ്ലൈയിങ് മങ്കീസ്. ആ ഫ്ലൈയിങ് മങ്കീസിന് വേറെ പേരാണ് എനേബിളേഴ്സ്, ENABLERS. അബ്യൂസർ കുറച്ചു പേരുടെ അടുത്ത് ഈ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അവനവന്റെ വൈബിന് മാച്ച് ആവുന്ന ആൾക്കാരായിരിക്കും ഇവര്. എന്നിട്ട് ഇവരെ ഒന്ന് സോപ്പിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാരെ അങ്ങോട്ട് അയക്കും, അല്ലെങ്കിൽ ഈ ആൾക്കാരെ മുഖേന അവരെ മനം മാറ്റി മാനിപ്പുലേറ്റ് ചെയ്യും. ഇതിൽ അബ്യൂസർ ഇൻവോൾവ് ആയിരിക്കുകയില്ല. പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഫ്ലൈയിങ് മങ്കീസ് ആണ് അവരുടെ അടുത്ത് പോയിട്ട് കൺവേ ചെയ്യുക. നിനക്ക് അങ്ങനെ ചെയ്തൂടെ, നിനക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടെ നിനക്ക് ഒന്ന് ശ്രമിച്ചാലെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ അവരെ വൈബ് മാച്ച് ചെയ്യുന്ന ആൾക്കാരെ വിടും. അപ്പൊ അങ്ങനെ അയക്കുന്ന ആൾക്കാർക്ക് ഇവരുമായിട്ട് യാതൊരു സ്വാർത്ഥ ലാഭം ഉണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ ഗോസിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഈ ഫ്ലൈയിങ് മങ്കീസ്. അവരുടെ പ്രത്യേകത അങ്ങനെയാണ് കിടക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരായിരിക്കാം ഈ ഫ്ലൈയിങ് മങ്കീസിന്റെ റോള് അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്തതാണ് പ്രൊജക്ഷൻ. ഡിഫൻസ് മെക്കാനിസം ആണിത്. അബ്യൂസറിന്റെ അൺവാണ്ടഡ് തോട്ട്സ് അല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങൾ, സ്വഭാവങ്ങൾ മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടുക, അങ്ങനെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുക ശ്രമിക്കുക. അവരവരുടെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫ്ലോസ് അല്ലെങ്കിൽ കുറ്റങ്ങൾ, കുറവുകൾ, നെഗറ്റീവ് ട്രേറ്റ്സ് മറ്റുള്ളവർക്കുണ്ടെന്ന് ധരിപ്പിച്ച് വിളിച്ചു പറയുക.
അതിലേക്കൂടി ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അവരുടെ മേലെ എന്നാ നീ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റി ചെയ്യാതെ മുങ്ങിക്കളിയുക. ഇനി അടുത്തത് ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് മൂന്നാമതൊരാളെ ഉപയോഗിച്ച് അബ്യൂസർ ആൻഡ് വിക്ടിം ഇടപെടുന്ന ഒരവസ്ഥ. ആ മൂന്നാമതൊരാൾക്ക് പറയുന്ന പേരാണ് ട്രയാങ്കുലേറ്റർ. അവര് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്താണോ അവര് തമ്മിലുള്ള പ്രശ്നം അത് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഉള്ള സാധ്യതയാണ് കൂടുതലായിട്ടുണ്ടാവാറ്. അബ്യൂസർ തന്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ കൺട്രോൾ ആൻഡ് മാനിപ്പുലേറ്റ് ചെയ്യും. അത് ചെയ്യുന്നതിന്റെ ചില എക്സാമ്പിൾസ് പറയുന്നത് ന്യൂ സപ്ലൈയെ എക്സിന്റെ മുന്നിൽ വെച്ച് കൂടുതൽ അടുപ്പം കാണിക്കുക, ഫാബ്രിക്കേറ്റിംഗ് സ്റ്റോറീസ്, പുതിയ കഥകൾ വിക്ടിമിന് എതിരായി മെനയുക, വിക്ടിമിന്റെ വീക്ക്നെസ് വിളിച്ചു പറയുക, അവരെ കുറിച്ച് മോശമായി പറഞ്ഞു പരത്തുക, മോശം ഇമേജ് ഉള്ള ആളുമായി വിക്ടിമിന് കണക്ഷൻ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. ട്രയാങ്കുലർ അറിയുകയേയില്ല, അവരെ ഇതിൽ ഉപയോഗപ്പെടുത്തുകയാണ്. അടുത്ത ടെക്നിക്കാണ് ഹൂവറിംഗ്, HOOVERING. അത് ഈ വിക്ടിം മനസ്സിലാക്കുകയാണ് ഇദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് വിക്ടിം എല്ലാം മതിയാക്കി റിലേഷൻഷിപ്പ് വിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാനസികമായി തയ്യാറെടുക്കും. അങ്ങനെ തയ്യാറെടുക്കുന്നു എന്ന് ഈ അബ്യൂസർക്ക് മനസ്സിലായാൽ, അത് ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ കൊളീഗ് ആവാം, കൊളീഗ് ജോലി വിട്ടു പോവുകയാണെന്ന് വെച്ചോ, അപ്പൊ അവരെ തിരിച്ച് ആ റിലേഷൻഷിപ്പിലേക്ക് സക്ക് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഹൂവറിംഗ്. അത് ചിലപ്പം അവരെ തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് നിലനിർത്തുന്ന രീതിയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് ചിലപ്പം ലവ് ബോംബിങ്ങിലേക്കൂടെ ആവാം, ഭീഷണിയിലൂടെ ആവാം, ക്ഷമാപണത്തിലൂടെ ആവാം, ക്രൈസിസ് അല്ലെങ്കിൽ റിയൽ ഫാക്ടർ, ഞാൻ ചേഞ്ച് ചെയ്തോളാം, ഞാൻ മാറിക്കോളാം, ഞാൻ നിനക്ക് വേണ്ടി മാറിക്കോളാം, ഞാൻ മാറാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അങ്ങനെ ഇങ്ങനെ പല പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെ തിരിച്ച് ആ റിലേഷൻഷിപ്പിൽ ഒരു നാർസിസ്റ്റിക് സപ്ലൈ എന്ന രൂപത്തിൽ വെക്കുന്നതിനെയാണ് ഈ ഹൂവറിംഗ് എന്ന് പറയുന്നത്. അബ്യൂസറിനെ കുറിച്ച് നല്ല പോലെ അറിയുന്ന വിക്ടിം തന്റെ മാസ്ക് പുറം ലോകത്തിന് മുന്നിൽ വരുമോ എന്ന ഭയവും കൂടെ ഈ അബ്യൂസർക്ക് ഉണ്ട്. ചിലപ്പോൾ ഈ അബ്യൂസറിന്റെ കൂടെ നിൽക്കുന്ന ആരും ആവാം, നേരത്തെ പറഞ്ഞ പോലെ കൊളീഗ് ആണെന്നുണ്ടെങ്കിൽ ഈ കൊളീഗിന് അബ്യൂസറിന്റെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. അപ്പൊ അത് ഈ പുറം ലോകത്തിന് അറിയാൻ പാടില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനവന്റെ മാസ്ക് അഴിഞ്ഞു വീഴും, മുഖംമൂടി അഴിഞ്ഞു വീഴും എന്നുള്ള ഒരു സ്റ്റേറ്റ് എത്തുകയും ആ വിക്ടിം എല്ലാം ഒഴിച്ച് പോവുകയാണ്, ഇനി എനിക്ക് ഈ റിലേഷനിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങളുടെ ഫ്രണ്ടായിട്ട് തുടരാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ തുടരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഈ ഹൂവറിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. കൺട്രോള് തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ടേമാണ് നാർസിസ്റ്റിക് ഡിസ്കാർഡ്. ഡിസ്കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കളയുകയാണ്, റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുക എന്നാണ്. ഇങ്ങനെ ചെയ്താലും വിക്ടിം ഡിസ്കാർഡിനെ ഇവർ മറക്കില്ല, നേരെ മറിച്ച് ഇവർ വിക്ടിമിനെ അബ്യൂസീവ് അല്ലെങ്കിൽ ക്രേസി, പൊട്ടത്തിയ അല്ലെങ്കിൽ പൊട്ടന എന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ ക്രേസി ആയിട്ട് പഴിചാരി അവരെ തരം താഴ്ത്തി സംസാരിക്കുകയാണ് ചെയ്യുക. ഒരു സപ്ലൈ അഥവാ കൺട്രോൾ ചെയ്യാൻ ഒരാളായി മാത്രമേ ഈ വിക്ടിമിനെ കാണാറുള്ളൂ. യഥാർത്ഥ സ്നേഹം അവിടെ ഇല്ല. എന്നാൽ ഇത്രയും കാലം അദ്ദേഹം എന്റെ ഭർത്താവായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കാലം അവൾ എന്റെ ഭാര്യയായിരുന്നു എന്നുള്ള ഒരു പരിഗണനയും ആള് കൊടുക്കില്ല. ആള് ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കാർഡ് ചെയ്ത പോലെയാണ്. ഇനി അടുത്തത് നാർസിസ്റ്റിക് റേജ്, അതായത് രോഷം, നാർസിസ്റ്റിക് രോഷം. നാർസിസ്റ്റിക്കുകൾ പ്രകടിപ്പിക്കുന്ന അമിതമായ ദേഷ്യമാണ് ഈ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഐഡന്റിറ്റി പുറത്തു വരാൻ ചാൻസ് ഉള്ള അവസരങ്ങളിലോ മാസ്ക്, അവർ അണിഞ്ഞ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ പോകുന്നു എന്നറിയുമ്പോഴോ അവരെ കുറ്റപ്പെടുത്തുമ്പോഴോ അവർ അലറി വിളിച്ച് അസഭ്യം വർഷിച്ചുകൊണ്ട് ഫിസിക്കലി അഗ്രസീവ് ആയും പ്രകടിപ്പിക്കുന്ന രോഷമാണ് നാർസിസ്റ്റിക് റേജ്. അത് ചിലപ്പോൾ സാഹചര്യവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. അവിടെ അങ്ങനെ ഒരു ഡ്രാമ അരങ്ങേറേണ്ട ഒരാവശ്യവും ചിലപ്പം കാണില്ല. പക്ഷെ ഇവരുടെ മാസ്ക് അഴിഞ്ഞു വീഴുമെന്നില്ല പേടിയില് ഇവര് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യും. ഇനി അടുത്തൊരു ഇംഗ്ലീഷിലൊരു ഇഡിയമാണ്, ഇഡിയം എന്നാ പറയാ, IDIOM. നമ്മളിപ്പോ പഴഞ്ചൊല്ല് എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു സംഭവം ഇഡിയം. വാക്കിംഗ് ഓൺ എഗ്ഷെൽസ്, അതായത് മുട്ടത്തോടിലിന്റെ മുകളിലേക്ക് കൂടി നടക്കുമ്പോഴുള്ള ഒരു അവസ്ഥ. ഇത് വിക്ടിമിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസിന്റെ കൂടെ കഴിയുന്ന വിക്ടിംസിന്റെ ശരിയായ ഗതിയെയാണ്
ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അബ്യൂസേഴ്സിന്റെ എക്സ്പ്ലോസീവ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ നേച്ചർ പേടിച്ച് വിക്ടിം എല്ലാം സഹിച്ച് വളരെ ശ്രദ്ധയോടെ പാർട്ട്ണറിനെ അപ്സെറ്റ് ചെയ്യിക്കാതെ അവരെ കോപിപ്പിക്കാതെ പ്രകോപിപ്പിക്കാതെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഗതികേടിനെയാണ് ഈ ഇഡിയം സൂചിപ്പിക്കുന്നത്. അണ്ടർലൈൻ ടെൻഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന അവസരങ്ങളിൽ ബഹളം ഒഴിവാക്കാൻ വേണ്ടിയും വീട്ടിലെ അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിന്റെ സമാധാനം കളഞ്ഞു പോകാതിരിക്കാനും വിക്ടിം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. വിക്ടിമിന്റെ ലാക്ക് ഓഫ് ഇമോഷണൽ സേഫ്റ്റി ആൻഡ് വൾണറബിലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഒരു ബഹളമൊന്നും ക്രിയേറ്റ് ചെയ്യാതെ സ്വന്തമായി വഴങ്ങിക്കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ പാർട്ട്ണറിനെ ബഹളം കൂട്ടുന്ന ആ ഒരു തലത്തിലേക്ക് എത്തിക്കാതെ സൂക്ഷിക്കുകയാണ്. ടെൻസ്ഡ് സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയർ കാരണമാകാൻ മാത്രമല്ല ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിക്ടിം ഈ ഒരു കാര്യം അഡോപ്റ്റ് ചെയ്യുന്നത്. വാക്കിംഗ് ഓൺ എഗ്ഷെൽസ്. ഇത്രയും പറഞ്ഞതിൻ്റെ അകത്ത് വൾണറബിലിറ്റി ആണ് അടുത്ത ടേം. അത് ദുർബലത അല്ലെങ്കിൽ നമ്മളെ ദൗർബല്യത്തിന് അല്ലെങ്കിൽ വഴങ്ങി കൊടുക്കുക, അതിനാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. വൾണറബിലിറ്റി ഒരു റിലേഷൻഷിപ്പിൽ പാടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. വൾണറബിലിറ്റി ഉണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ എനിക്കുള്ള വിഷമങ്ങൾ ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാനും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഗ്രോ ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കൂടെ താമസിക്കുന്ന ആൾക്ക് അത് പറ്റില്ല. വൾണറബിലിറ്റി അവർക്ക് ദോഷമേ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീക്ക്നെസ്സുകളൊക്കെ അദ്ദേഹം അല്ലെങ്കിൽ അവൾ മനസ്സിലാക്കി അതിന്റെ മുകളിൽ വെച്ചടിക്കുമല്ലോ. അപ്പോൾ നമുക്കത് ദോഷകരമായിട്ടാണ് ബാധിക്കുക. അടുത്ത ഒരു ടേം ആണ് എൻമെഷ്മെന്റ്. ENMESHMENT. എൻമെഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറീസ് ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഓവർ ഇൻവോൾവ്മെന്റ് ഇൻ അതേഴ്സ് ലൈഫ്സ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അങ്ങ് കളിക്കും. അതിന് ഒരു ബൗണ്ടറി കീപ്പപ്പ് ചെയ്യാൻ ഇദ്ദേഹത്തിന് പൊതുവേ പറ്റില്ല. അതായത് ബൗണ്ടറി ഒരു കാര്യത്തിലും കീപ്പപ്പ് ചെയ്യാൻ ഒരു സമയത്തിന് ഒരു നിശ്ചിത സമയം ഉണ്ടാവില്ല. കഴിക്കുന്ന കാര്യത്തിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ഇനിയിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മൂന്നാമതൊരു വ്യക്തിനെ ജീവിതത്തിലേക്ക് കയറ്റി ഇരുത്താൻ ഒരു ബൗണ്ടറി ഉണ്ടാവില്ല. കമ്മ്യൂണിക്കേഷന് എവിടെ വെച്ച് എന്താണ് പറയേണ്ടത് എന്നുള്ള ബോധം ഉണ്ടാവില്ല. ഒരു സെൽഫ് അവയർനെസ് ബോധം ഉണ്ടാവേയില്ല. അങ്ങനെ മൊത്തത്തില് ഈ ഇദ്ദേഹത്തിന് ബൗണ്ടറി അല്ലെങ്കിൽ ഇവർക്ക് ബൗണ്ടറി സൂക്ഷിക്കാൻ അറിയാത്തൊരു പേഴ്സണാലിറ്റിയാണ്. അതിന്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു റിലേഷനിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കളിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ബൗണ്ടറി ഇല്ലാത്ത അവസ്ഥക്കാണ് ഈ എൻമെഷ്മെന്റ് എന്ന് പറയുന്നത്. താൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന ബോധക്കുറവ്, ഇമോഷണലി ഓവർ അറ്റാച്ച്ഡ് ആയി കാണുന്ന അവസ്ഥ, ഇൻഡിപെൻഡന്റ് ആകാനുള്ള വിഷമം അല്ലെങ്കിൽ സ്ട്രഗിൾ. അതിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് മദർ സൺ റിലേഷൻഷിപ്പിൽ അമ്മ എവിടം വരെ തന്റെ ഇൻഫ്ലുവൻസ് ചെലുത്തണമെന്ന് അറിയില്ല. അതായത് മകന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഇല്ലാതായി പോവുക. അമ്മ ഇപ്പൊ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെങ്കിൽ മകനെ ഇങ്ങനെ താങ്ങി മകന് അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി ഇല്ലാതാവുന്ന അവസ്ഥ. എന്നിട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകാരം തെരഞ്ഞെടുക്കുക. സ്വന്തം അഭിപ്രായം ഇല്ലാത്ത ഒരു റിലേഷൻ വിട്ടുപോകുമോ എന്ന ഭയം ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടാവും. അബ്യൂസറിന്റെ കോൺസ്റ്റന്റ് വാലിഡേഷൻ വേണമെന്ന് ഇങ്ങനെ ആശിച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് അമ്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അബ്യൂസർ ഇങ്ങനെ പറയുന്നത് അനുസരിച്ചിട്ട് മകൻ ജീവിതം മുന്നോട്ട് നീക്കുക. അടുത്ത ടേമാണ് സ്റ്റോൺ വാളിംഗ്. അതായത് കമ്മ്യൂണിക്കേഷൻ ടാക്ടിക്സ് ആണ് സ്റ്റോൺ വാളിംഗ്. അതിൽ ഇവിടെ അബ്യൂസർ തന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വിക്ടിമിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിറവേറാതെ വരുമ്പോൾ അൺറെസ്പോൺസീവായി, അതായത് മിണ്ടാട്ടം ഉണ്ടാവില്ല, ഒരു സൈലന്റ് വാൾ ക്രിയേറ്റ് ചെയ്യും എന്ന അവസ്ഥ. സംസാരമില്ല, മുഖത്ത് നോക്കില്ല, അവര് പറയുന്നത് മാനിക്കില്ല, മുഖം വീർപ്പിച്ച് നടക്കുക, സംസാരത്തിനിടയിൽ സംസാരം ഇടയിൽ വെച്ച് നിർത്തുക, ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കോൾ എടുക്കില്ല, ടെക്സ്റ്റ് മെസ്സേജസ് ഇല്ല, ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരില്ല. ഇതൊക്കെ കാണുമ്പോൾ വിക്ടിം ഈ അവസ്ഥ മറികടക്കാൻ വേണ്ടി തന്നെ കൊണ്ട് കഴിയുന്നത് എന്താണോ അതിന് വഴങ്ങി അത് ചെയ്തു കൊടുക്കുക. അതിനാണ് സ്റ്റോൺ വാളിംഗ് എന്ന് പറയുക. അതായത് അബ്യൂസർ ചെയ്യുന്ന ഈ ഒരു ടാക്ടിക്. എന്നാൽ അവരെന്താണോ ഇച്ഛിച്ചത്, അവരെന്താണോ ആഗ്രഹിച്ചത് അത് ഈ വിക്ടിം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോൺ വാളിംഗ് നിർത്തും. അതായത് ഒരു സ്റ്റോൺ വാൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ള അർത്ഥം.
അടുത്തതാണ് നാർസിസ്റ്റിക് കൊളാപ്സ്. ഈ കൊളാപ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എല്ലാം തകർന്ന് വീഴുക, മറ്റാരുടെയെങ്കിലും കുറ്റപ്പെടുത്തലോ, അവനവന്റെ ഇമേജ് തകരുന്നു, അല്ലെ മാസ് കഴിഞ്ഞു പോകുന്നു, അങ്ങനെ ഒരു ത്രെറ്റ് അല്ലെങ്കിൽ ചാലഞ്ചിങ് സിറ്റുവേഷൻ വരുമ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ അവരുടെ വിശ്വരൂപം കാണിക്കുന്ന അവസ്ഥയെയാണ് നാർസിസ്റ്റിക് കൊളാപ്സ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഡിസ്ട്രസിന്റെ പീക്കിലായിരിക്കും അവർക്ക് ഇതൊന്നും, ഈ ഒരു സ്റ്റെബിലിറ്റി അവർക്ക് കൺട്രോൾ ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ ഇവർക്ക് പറ്റില്ല. അവർക്കത് ജന്മനാൽ പറ്റില്ല. കൺട്രോൾ പോകുന്നു എന്നുള്ളൊരു ഫീലാണ് അവർക്ക് ഉണ്ടാവുക. അവർ ആ ഈഗോനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിർത്തുന്നതായിരിക്കും. അപ്പൊ ആ ഈഗോന്റെ കൺട്രോൾ അങ്ങ് പോകുന്നു എന്ന് പറയുമ്പോൾ അവരാകെ അസ്വസ്ഥരാകും. അപ്പൊ ഡിപ്രഷനിലെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഇങ്ങനെ ചിലവരുണ്ടാവും, ഈ സ്വന്തമായിട്ട് ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേദനിപ്പിക്കുക. അതിനാണ് നാർസിസ്റ്റിക് കൊളാപ്സ് എന്ന് പറയുന്നത്. ഒരു ആക്ഷനോ ഡ്രാമയോ ഒന്നും ആവശ്യമില്ലാത്തടത്തിൽ പോലും ഒരു ഡ്രാമ അല്ലെങ്കിൽ സീൻ ക്രിയേറ്റ് ചെയ്യുക. അടുത്തതാണ് ഇമോഷണൽ വാമ്പയർ. അതില് ഇമോഷണൽ വാമ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിക്ടിമിനെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥക്കാണ് ഇമോഷണൽ വാമ്പയറിസം കാണിക്കുന്നു എന്ന് പറയാം. ഈ അബ്യൂസർ ആണ് ഇമോഷണൽ വാമ്പയർ. അത് ചിലപ്പം വിക്രം വേതാളില്ലേ, അതിനാണ് വാമ്പയർ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഗ്യാസ് ലൈറ്റിംഗിലേക്കൂടെയോ മാനിപ്പുലേഷനിലേക്കൂടെയോ അല്ലെങ്കിൽ ഇമോഷണലി കൺട്രോളിങ് ടാക്ടിക്സ് ഏതെങ്കിലും വഴി ഇമോഷണലി നമ്മുടെ വിക്ടിമിനെ ഡ്രെയിൻ ചെയ്യുന്ന അവസ്ഥക്കാണ് ഈ ഇമോഷണൽ വാമ്പയറിസം കാണിച്ച് ഡ്രെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. റിയാക്റ്റീവ് അബ്യൂസ് വളരെ നേരത്തെ പറയേണ്ട ഒരു സംഗതിയാണ് റിയാക്റ്റീവ് അബ്യൂസ്. അതെന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് എപ്പോഴും ഇവരുടെ മുമ്പിലുള്ള വിക്ടിം അല്ലെങ്കിൽ സപ്ലൈ ആരായിക്കോട്ടെ, അവരിൽ നിന്ന് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലെ ആള് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇപ്പം അവർക്ക് എപ്പോഴും അബ്യൂസ് ചെയ്യാനും ഉറക്കെ സംസാരിക്കാനും അവരുടെ മുമ്പിലുള്ളവരുടെ വാല്യൂ ഇല്ലാതാക്കാനാണ് അവർക്ക് ഇഷ്ടം കൂടുതൽ. അങ്ങനെ അബ്യൂസ് ചെയ്ത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിക്ടിമിന് എപ്പോഴും ഇവരോട് ഒരു റിപ്ലൈ പറയാനില്ല. ഇപ്പൊ നമ്മളായാലും അങ്ങനെയല്ലേ, ഇപ്പൊ മുമ്പിലുള്ള ആള് ചുമ്മാ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ 1-2 പ്രാവശ്യമെങ്കിലും നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനും നിൽക്കുവാണല്ലോ. അങ്ങനെ ഒരു റിയാക്ഷൻ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികൾ ഈ വിക്ടിമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവര് തിരിച്ചു പറയുന്ന റെസ്പോൺസ് റിയാക്ഷനെയാണ് റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് വിക്ടിമിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ ഇവരുടെ ഈഗോനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വിക്ടിം മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ ഭയങ്കര അരിശം ഉണ്ടാക്കുക ചെയ്യുന്നത്. അതേസമയം വിക്ടിം പറയാണ്, അയ്യോ ഞാൻ പാവല്ലേ, ഞാൻ അത് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ഓക്കെയാണ്, ഇവരെ ഈഗോനെ അത് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. വിക്ടിമിനെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം കൺട്രോൾ ചെയ്യുന്ന ഒരു ടാക്ടിക്കാണ് റിയാക്റ്റീവ് അബ്യൂസ്. അടുത്തത് സ്മിയർ ക്യാമ്പയിൻ, SMEAR ക്യാമ്പയിൻ, CAMPAIGN. കൺട്രോളിംഗ് ടാക്ടിക് തന്നെയാണ്. അബ്യൂസർ വീക്ക് ആണെന്ന് പുറത്ത് അറിയിക്കാതെ വിക്ടിമിനെ ചളിവാരി എറിയുക, പേര് ടാർണിഷ് ചെയ്യുക, അവരെ കുറ്റം ചുമത്തുക, അവരുടെ റെപ്യൂട്ടേഷന് തടസ്സം വരും വിധം കള്ളം പറഞ്ഞു വരുത്തുക, റൂമർ സ്പ്രെഡ് ചെയ്യുക, ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ തുനിയുക, മറ്റുള്ളവരെ വിക്ടിമിന് എതിരായി ഉപയോഗിച്ച് അവരെ ഒറ്റപ്പെടുത്തുക. അങ്ങനെ വിക്ടിമിനെ കൺട്രോൾ ചെയ്ത് തനിക്ക് പവർ ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് ഇത്. അടുത്തതായി വിക്ടിം കാർഡ്, വിക്ടിം CARD. സ്വയം വിക്ടിം ചമയുന്നതാണ് ഈ കാർഡ്. അവരെല്ലാ കാര്യങ്ങളും കുറ്റങ്ങളും ചെയ്തിട്ട് മറ്റുള്ളവരുടെ സിമ്പതി അല്ലെങ്കിൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട്, വാലിഡേഷൻ, വാല്യൂ അതൊക്കെ കള്ളത്തരത്തിലേക്കൂടെ കൈപ്പറ്റി സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമായി മാറ്റിമറിച്ച് യഥാർത്ഥ വിക്ടിമിനെ ഒറ്റപ്പെടുത്തുന്ന രീതിക്കാണ് വിക്ടിം കാർഡ് എന്ന് പറയുന്നത്. ഇവരായിരിക്കും കുറ്റം ചെയ്തിട്ടുണ്ടാവുക. അതേസമയം അയ്യോ ഞാനൊന്നും ചെയ്തില്ലേ, എന്നെ എങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞിട്ട് അവര് വിക്ടിം ചമയുക. അതിലൂടെ
അവര് മറ്റുള്ളവരുടെ ഇമോഷണൽ സപ്പോർട്ട്, വാലിഡേഷൻ, സിമ്പത്തി, അറ്റൻഷൻ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേം ആണ് നാർസിസ്റ്റിക് വേർഡ് സലാഡ്. അത് ഇവരുടെ ഓൾമോസ്റ്റ് എല്ലാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ കൂടെ കഴിയുന്ന വിക്ടിമും പറഞ്ഞിട്ടുള്ള ഒരു 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 പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടക്കുണ്ടാവും. അതായത് ചില കാര്യങ്ങൾ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല, എന്നാൽ ചില കാര്യങ്ങളിലെ കുറിച്ച് നല്ല വ്യക്തമായ ഒരു അറിവ് ഇവർ ശേഖരിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോ ഒരു കാര്യം പറഞ്ഞ് കൺഫ്യൂസ്, നമ്മളെ മുമ്പിലുള്ള ആൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്കാണ്. ഇടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്ത കുറെ, കമ്മ്യൂണിക്കേഷനായിട്ട് ഒരു റിലേഷൻ ഇല്ലാത്ത കുറെ വേർഡ്സ് ഇവർ ഉപയോഗിക്കും. അവസാനം നമ്മൾ ഈ കേൾക്കുന്ന വിക്ടിമിന് ആകെപ്പാടി ഒരു കൺഫ്യൂഷൻ, ഇദ്ദേഹം എന്താ ഇപ്പം പറഞ്ഞ. അത് പണ്ട് ഒരു സ്റ്റോറി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പ്രാസംഗികൻ ഒരു ഗ്രൂപ്പിൽ അഡ്രസ് ചെയ്യുമ്പോൾ ആക്ച്വലി അവര് ഉദ്ദേശിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഈ പ്രാസംഗികന് വലിയ ഐഡിയ ഇല്ല. അപ്പം ഇദ്ദേഹം ചോദിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സ്റ്റോറി തോന്നുന്നു. അദ്ദേഹം ഗ്രൂപ്പിലോട് ചോദിക്കും, ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയോ? ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയോ? അപ്പൊ ഒന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ കുറെ പേര് കൈപൊക്കിയിട്ടുണ്ടാവും. അയാൾ വീണ്ടും പതുക്കെ അത് ആവർത്തിക്കും. ശരിക്കും ഈ ഉത്തരം അറിയുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? അപ്പൊ ഈ ആദ്യം പൊക്കിയ കൂട്ടത്തിൻ്റെ അകത്ത് ഒരു കുറച്ചു പേരെങ്കിലും കൈ താഴ്ത്തും. മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം ഒരിക്കൽ കൂടി അത് വ്യക്തമായിട്ട് ചോദിക്കും, ഒന്നും കൂടെ പതുക്കെ വ്യക്തമായിട്ട് ചോദിക്കും, ശരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയുന്ന പേര് എത്ര പേരുണ്ട്? അപ്പൊ ഈ പൊക്കിയ കൈകളെല്ലാം താഴും. കാരണം നമുക്ക് സെൽഫ് ഡൗട്ട് തോന്നുകയാണ്, നമുക്ക് ശരിക്കും അറിയോ, ഇദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നത് തന്നെ ആയിരിക്കുമോ ഞങ്ങൾക്ക് അറിയുന്നത് എന്നുള്ള സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക പ്രാസംഗികൻ. അപ്പൊ നേരെ മറിച്ച് പ്രാസംഗികന് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് ഒരു വേർഡ് സാലഡ് അങ്ങോട്ട് പ്രയോഗിക്കാം. കാരണം അദ്ദേഹത്തിന് അറിയില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നാർസിസ്റ്റിക് വേർഡ് സാലഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന വിക്ടിം ആകെ കൺഫ്യൂസ്ഡ് ആയി ചെയ്ത കുറ്റാണെങ്കിൽ കുറ്റം ഏറ്റെടുത്ത് മിണ്ടാതിരിക്കും. ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു കാര്യം ചെയ്തു എന്നുള്ളത് ഡിനൈ ചെയ്യും, DENY. അത് കഴിഞ്ഞ് അത് ചെയ്തിട്ടേ ഇല്ല എന്ന് പറയും, ഡിസ്മിസ് ചെയ്യും. പിന്നെ അതിന് ഒരു വാല്യൂയും കൊടുക്കില്ല, ഡീവാല്യൂ ചെയ്യും. അവസാനം ഡൈവേഴ്സ് ചെയ്യും. ഡൈവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഡൈവേഴ്സ് അല്ല, ഏത് കാര്യവും ഡിസ്കാർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഡിനൈ, ഡിസ്മിസ്, ഡീവാല്യൂ, ഡൈവേഴ്സ്, അങ്ങനെയാണ് ഇവരുടെ ഒരു സൈക്കിൾ പോകുന്നത്. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഇവർക്ക് 4+ ആണ്. ഞാൻ പറഞ്ഞില്ലേ, മുതലെടുക്കുക. അത് മണീന്റെ കാര്യത്തിലായാലും ശരി, ലവിന്റെ കാര്യത്തിലായാലും ശരി, ഫിസിക്കലി ആയാലും ശരി, ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലായാലും ശരി, ഇനി ആസ്തികൾ, അസറ്റ്സിന്റെ കാര്യത്തിലായാലും ശരി, മുതലെടുത്ത് വിക്ടിമിനെ ബാർ ഹാൻഡഡ് ആയിട്ട് വിടും. പിന്നെ അടുത്തതാണ് ഫാന്റസീസ്. ഇദ്ദേഹം ദിവാസ്വപ്നം കാണുന്നത്, ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ആരായിക്കോട്ടെ, ഒരു ദിവാസ്വപ്നം കാണുന്നത് എപ്പോഴും ഗ്രാൻഡോസിറ്റി, വലിയായ്മ ഇതിനെ കുറിച്ചായിരിക്കും. വലിയ ആളാവുന്നതും, വലിയ എന്താ പറയാ, ദാനധർമ്മിഷ്ഠന്മാരാവുന്നതും, പിന്നെ ഹീറോയിസത്തിനെ പറ്റിയിട്ടും ഒക്കെയാണ് ഇവരുടെ ഫാന്റസീസ്. അത് ഏറെക്കുറെ കേസസിൽ അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ഗ്രേ റോക്ക് മെത്തേഡ്. ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത ടേംസ് ഒക്കെ തന്നെ നമ്മുടെ അബ്യൂസർ വിക്ടിമിൽ ചെലുത്തുന്ന കാര്യങ്ങളാണ്. ഇത് വിക്ടിം നേരെ തിരിച്ച് കൊടുക്കുന്ന ഒരു റിയാക്ഷനാണ് ഗ്രേ റോക്ക് മെത്തേഡ്. ഈ ഒറ്റ മെത്തേഡേ ഉള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ തിരിച്ചു ഏൽപ്പിക്കുന്നത്, അതായത് വിക്ടിം അബ്യൂസറിനെ ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, കുറെ കാലമായിട്ടുണ്ടാവും ഈ വിക്ടിമും അബ്യൂസറും തമ്മിലുള്ള ബന്ധം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളീഗാവാം, ഫ്രണ്ട് ആവാം, അച്ഛനാവാം, ഭാര്യയാവാം, ഭർത്താവാം, ആരുമാവാം. അപ്പൊ കുറെ കാലമായിട്ട് ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ അടുത്തറിയുന്നത് കൊണ്ട് ഈ വിക്ടിം പിന്നെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും A to Z അറിയുന്നത് കൊണ്ട് ഈ വിക്ടിം വിചാരിക്കും, ഞാൻ ഈ കാര്യങ്ങളൊക്കെ തിരിച്ച്
പയറ്റാം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അൺറെസ്പോൺസീവ് ആവും. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചൊന്നും പറയില്ല. തല ഇങ്ങനെ ആട്ടുക മാത്രം ചെയ്യും, സംസാരിക്കില്ല, ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല, ഒരു ഫുൾ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു ഗ്രേ റോക്ക് പോലെ നിൽക്കുക, പാറ പോലെ നിൽക്കുക. അതിനാണ് ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് എഡിക്ഷൻ ടു സപ്ലൈസ്. ഇവരെ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ വിശദമാക്കാനുണ്ടായിരുന്നു. ഇനി ക്വിക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് തീർക്കാം. അതായത് എപ്പോളജി അല്ലെ സോറി പറച്ചിൽ ഇവരുടെ ഡിക്ഷണറിയിലേ ഉണ്ടാവില്ല. പിന്നെ കോയസീവ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്, COERCIVE. കോയസീവ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയം അതായത് ഇൻജെക്ട് ചെയ്ത് വിക്ടിമിനെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥക്കാണ് കോയസീവ് കൺട്രോൾ എന്ന് പറയുന്നത്. അത് ചിലപ്പം ഗ്യാസ് ലൈറ്റിംഗിലേക്ക് കൂടി ആവാം, ഐസൊലേറ്റ് ചെയ്തിട്ട് ഒറ്റപ്പെടുത്തിയിട്ടാവാം, അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിലേക്കൂടെ വിക്ടിമിനെ ഭയപ്പെടുത്തി കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ. പിന്നെ റോക്കിംഗ് ദ ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇഡിയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്ടിമിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡീസ്റ്റെബിലൈസിങ്, ബ്രിങ്ങിങ് ആൻ ഇമോഷണൽ ഇംബാലൻസ് ഓഫ് ദ വിക്ടിം. വിക്ടിം എപ്പോഴും ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുടെ കൂടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എപ്പോഴും ഒരു ചാഞ്ചാടുന്ന ഒരു അവസ്ഥയായിരിക്കും. റോക്കിംഗ് ദ ബോട്ട് മെത്തേഡ് എന്നാണ് പറയും. ഇനി നാർസിസ്റ്റിക്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാർസിസ്റ്റിക് സൈക്കിൾ ഓഫ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. നാർസിസ്റ്റിക് സൈക്കിൾ ഓഫ് അബ്യൂസ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇദ്ദേഹം ഐഡിയലൈസ് ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആരാധന മൂത്ത സ്നേഹം, ലവ് ബോംബിങ് ഇദ്ദേഹം പ്രകടമാക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ഓൾ ടേംസ് കേട്ടോ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡീവാല്യൂ ചെയ്യും, പിന്നെ ഡിസ്കാർഡ് ചെയ്യും. ഈ മൂന്നും ഏറോട്ട് പോകുമ്പോഴാണ് നാർസിസ്റ്റിക് സൈക്കിൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഡൈവേർഷൻ ടാക്ടിക്സ്, അത് നമ്മളെ റെസ്പോൺസിബിലിറ്റി ഒന്ന് തല മാറ്റി കൊടുക്കുന്ന ഒരു അവസ്ഥക്കാണ് ഡൈവേർഷൻ ടാക്ടിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് ബോസ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും, ഞാൻ ഭയങ്കരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊങ്ങച്ചക്കാരനായിരിക്കും. ബി ലിറ്റിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BELITTLING. ബി ലിറ്റിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറച്ച് കാണുക, ഡീവാല്യൂ ചെയ്യുക, മറ്റുള്ളവരെ വില കുറച്ച് കാണുക. ഈഗോ മാനിയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ കൊണ്ട് സെൽഫ് കൺട്രോൾ സെൽഫ് സെന്റേർഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. അതായത് നമ്മളെ ഈഗോനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിൽക്കുന്ന മാനിയ എന്ന് പറഞ്ഞാൽ ഈഗോനെ പ്രൊട്ടക്ട് ചെയ്ത് ഈഗോ മാത്രമേ ഉള്ളൂ എന്നുള്ള ഉള്ള അവസ്ഥ. ഇനി ടുവേർഡ്സ് ദ ലാസ്റ്റ് പാർട്ട്, ഡാർക്ക് ട്രയാഡ്. ഡാർക്ക് ട്രയാഡ് ജസ്റ്റ് നാർസിസം മാത്രമല്ല, 3 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഒരു മിക്സ് ആണ് ഡാർക്ക് ട്രയാഡ്. അതിൽ ഒന്ന് നാർസിസമാണ്, ഒന്ന് മെക്കൈവെലിസം എന്ന് പറയുന്ന സംഭവം, MECHIAVELLIANISM ഇല്ല വേർഡാണ് മെക്കിയാവെലിസം. അത് മാനിപ്പുലേറ്റീവ്നെസ് കൂടുതൽ ഉള്ള, ഇപ്പം നമ്മൾ നാർസിസ്റ്റിക്കിന്റെ കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ അറിഞ്ഞല്ലോ, അതേപോലെ അതില് മിക്കാവെലിസത്തില് മാനിപ്പുലേറ്റീവ് ടെക്നിക്ക് 4+ ആണ്. അതിന്റെ കൂടെ സൈക്കോപ്പതി. ഈ സൈക്കോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്റി സോഷ്യൽ എലിമെന്റ് ഇതില് ട്രേറ്റിൽ കുടുങ്ങുക, അതായത് ഒരു ക്രിമിനൽ മെന്റാലിറ്റി, പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുക, കുറ്റം ചെയ്തു കഴിഞ്ഞാലും അതിൽ റിമോഴ്സ് ഇല്ലാതിരിക്കുക, അതായത് നമ്മളെ കുറ്റബോധം ഇല്ലാതിരിക്കുക. ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് വരിക. നാർസിസോ, മെക്കാവലിസോ, പിന്നെ സൈക്കോപ്പതിയും മെക്കാനിസം കൂടെ, സൈക്കോപ്പതിയും കൂടെ ഒരുമിച്ചുള്ള ഒരു മിക്സ് ആണ് ഈ ഡാർക്ക് ട്രയാഡ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് നാർസിസ്റ്റ് ഉണ്ട്, ഞാൻ പേര് മാത്രം പറഞ്ഞു പോവാം. ഗ്രാൻഡിയോസ് നാർസിസ്റ്റ്, വൾണറബിൾ നാർസിസ്റ്റ്, മാലിഗ്നന്റ് നാർസിസ്റ്റ്, കൊവേർട്ട് നാർസിസ്റ്റ്. ഇതിൽ കൊവേർട്ട് നാർസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തതയിലേക്കൂടെ പാസീവ് അഗ്രഷൻ എന്ന് പറയും. അതായത് വീട്ടില് പ്രകടനം, പക്ഷെ പുറത്ത് എല്ലാവർക്കും മുന്നിൽ മാന്യൻ, എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ. വീട്ടില് പാസീവ് അഗ്രഷൻ, അതായത് സൈലന്റ് ട്രീറ്റ്മെന്റ്, സ്റ്റോൺ ബോളിങ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ വീട്ടില് ഈ വിക്ടിമിനെ നല്ല സംഗതിയാക്കും, അവരെ വല്ലാതെ ഐസൊലേറ്റ് ചെയ്യും. അതാണ് കോവേർട്ട് നാർസിസത്തിന്റെ ഒരു ക്യാരക്ടർ. അടുത്ത നാർസിസ്റ്റ് ആണ് ഓവേർട്ട് നാർസിസ്റ്റ്, OVERT. കമ്മ്യൂണൽ നാർസിസം. കമ്മ്യൂണൽ നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ചെലവിൽ സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്ന, പാവം ചമയുന്ന, സെൽഫ്ലെസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന
നാർസിസത്തിനാണ് കമ്മ്യൂണൽ നാർസിസം എന്ന് പറയാം. പിന്നെ ആന്റഗോണിസ്റ്റിക് നാർസിസം, അത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കും. എനിക്കും അങ്ങനെ ആവണം, എനിക്കും ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് ഈ ചെയ്തവരുടെ പിന്നെ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ പിന്നാലെ പോയിട്ട് കാര്യങ്ങൾ നേടുന്നതാണ് ആന്റഗോണിസ്റ്റിക് നാർസിസം എന്ന് പറയുന്നത്. അടുത്തത് കലക്റ്റീവ് നാർസിസം, അതായത് നേഷൻ അല്ലെ ഓർഗനൈസേഷൻ, ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ഇദ്ദേഹം വലിയ ആളാവുക, അതാണ് കലക്റ്റീവ് നാർസിസം. സ്പിരിച്വൽ നാർസിസം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി ഒരു ഗാദറിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വലിയ ആളാവുക, അതിനാണ് സ്പിരിച്വൽ നാർസിസം. നാർസിസത്തിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെ, പക്ഷെങ്കിൽ ഒരു വലിയ ആള് ഓരോ സ്ഥലത്ത് വലിയ ആളാവുന്നതിന് ആണ് ഇതിങ്ങനെ വ്യത്യസ്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സമയം കുറച്ചധികം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 17 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു എടുത്തിരിക്കുന്നത് എക്സ്ട്രാ. ഞാൻ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ചുമയെല്ലാം വന്നത് കാരണം കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് കേട്ട് നിന്ന ഏവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്നും അങ്ങനെ നിങ്ങളുടെ അടുത്ത് സമീപിക്കുന്ന ഏവരെയും സഹായിക്കാൻ പറ്റട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് വലിയ താങ്ക്സ്. താങ്ക് യു രേഷ്മ മാം, താങ്ക് യു സോ മച്ച്. ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും കേട്ടിരിക്കേണ്ട, വളരെ ഡീപ്പായിട്ട് നാർസിസത്തെ പറ്റി പറഞ്ഞു തന്നൊരു ക്ലാസ് ആയിരുന്നു. പറയാൻ വാക്കുകളില്ല എന്താ പറയണ്ടേന്ന്. മാം ആദ്യം പറഞ്ഞതുപോലെ ബുക്കും പേന എടുത്തു വെച്ച് എഴുതാനാണെങ്കിൽ എഴുതാൻ ട്രൈ ചെയ്തിട്ട് എഴുതാൻ പറ്റിയില്ല എന്നുള്ളതാ സത്യം കേട്ടോ. കാരണം വളരെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുമ്പോ അടുത്ത അതിലും ഗംഭീരമായ പോയിന്റ് ആയിട്ട് വരുമ്പോ ആദ്യത്തേത് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ നമുക്കിത് 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് അല്ല. ഈ ക്ലാസ് ഒരു പോർഷൻ ആയിട്ടേ ചെയ്താല് നല്ലതായിരിക്കും. നമ്മളിപ്പം ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് വിക്ടിം മുന്നോട്ട് ജീവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെയായിരിക്കും ഒരു അച്ഛൻ നാർസിസ്റ്റ് ആയാല്, ഒരു അമ്മ നാർസിസ്റ്റ് ആയാല്, ഒരു മകൻ നാർസിസ്റ്റ് ആയാല് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറെ ഇതിന്റെ വിഭാഗങ്ങൾ പറയാനുണ്ട്. ഞാൻ ജനറൽ ഒരു ഐഡിയ ഫോം ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ടേംസ് ആയിട്ട് ഒരു പരിചയം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ടൈപ്സ് ഓഫ് പറഞ്ഞല്ലോ, അപ്പൊ ആ ടൈപ്സ് ഒക്കെ ഒന്ന് കുറച്ചും കൂടി നന്നായിട്ട് അതൊക്കെ ഓരോന്നും ഒരു സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ട് എടുക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനപ്പെടും. നമ്മൾ ഫാബിൽ സാറിന്റെ ക്ലാസ് ഗ്യാസ് ലൈറ്റിംഗ്, ലവ് ബോംബിംഗ് അങ്ങനെ കുറെ ടൈംസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തായിട്ട് മാം ഇപ്പൊ പറഞ്ഞതുപോലെ നാസിസ്റ്റ്, വേഡ് സാലഡ്, അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞല്ലോ. ഗ്രാൻഡസി, അതുപോലെ ഗ്രേ റോക്ക് മെത്തേഡ്, അതൊക്കെ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിക്ടിമിന്റെ വേർഡ്സ് ആയിരുന്നു. ഞാൻ ഗ്രേ റോക്ക് മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞത് എൻ്റെ അടുത്ത്. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒന്ന് റിസർച്ച് ചെയ്ത് ഇറങ്ങിയത്, അതെന്താണെന്ന് ആലോചിച്ചിട്ട്. അപ്പൊ നല്ല ഒരു വെൽ സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിവേ ഒത്തിരി ഇനി ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാനായിട്ട് വളരെ ഷോർട്ടായിട്ട് പറയാട്ടോ. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്. എന്തായാലും വണ്ടർഫുൾ സെഷൻ ആയിരുന്നു കേട്ടോ മാം. പറയാൻ വാക്കുകളില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ട ഒരുപാട് പോയിന്റിലൂടെ അതിന്റെ റെമഡിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ശരിക്കും കൃത്യമായിട്ട് ഓരോന്നും അത് അടിവരയിട്ടിട്ട് മാം അവതരിപ്പിക്കാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. മാത്രമല്ല ഈ ഒരു ടോപ്പിക് നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നീണ്ടുപോകുന്ന ഒരു ടോപ്പിക്കാണ്. ശരിക്കും നമുക്കത് ഓരോ സെഷൻ ബേസ് ചെയ്തിട്ട് നമുക്കത് മാമിന് തന്നെ അത് ഞങ്ങൾക്ക് റെക്ടിഫൈ ചെയ്ത് തരണം എന്നുള്ള റിക്വസ്റ്റ് കൂടി ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം, നന്നായി പ്രസന്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഞാൻ പറയട്ടെ. താങ്ക് യു മാം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. മാത്രമല്ല ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇതിനെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്. അതിന്റെ റെമഡിയൽ മെഷേഴ്സ് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടി അറിയണമെന്ന് വലിയ കാരണം ഇത്തരം ഒരുപാട് കേസസുകൾ നമ്മൾ നിത്യേന എന്നോണം കണ്ടുമുട്ടുന്നുണ്ട്. ഒരു ചെറിയ ലെവൽ മുതൽ വലിയ ലെവൽ വരെയുള്ള പല ആൾക്കാരെയും വീട്ടിൽ മുതൽ സമൂഹത്തിൽ വരെ
തുടർച്ചയായി അതെ. കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മാം പറഞ്ഞു ക്ലാസ് അതിനെ എങ്ങനെ അഭിനന്ദിക്കണം എന്നറിയില്ല. വണ്ടർഫുൾ ക്ലാസ് മാം, റിയലി വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെൽക്കം. മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മാം ഈ വലിയൊരു സെക്ഷന് ഇത് ശരിക്കും വാസ്റ്റ് ആണ്, ഒരുപാട് വാസ്റ്റ് ആണ് ഈ ഏരിയ. ഞാൻ ഇതിനെ പറ്റി കുറച്ച് ഭാഗങ്ങൾ ഇതേപോലെ മാം ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ മാം പറഞ്ഞ പോലെ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പം ട്രൈഡ്സ് ഉണ്ടല്ലോ, ഇത് ഏതൊക്കെ ആളുകളിൽ എങ്ങനെയൊക്കെയാണ്, ഇപ്പൊ പാരന്റ്സ് ആവുമ്പോ എന്താണ് അവസ്ഥ, അമ്മയാണെങ്കിൽ എങ്ങനെ, അച്ഛനാണെങ്കിൽ എങ്ങനെ, അങ്ങനെ ശരിക്കും നമ്മൾ ഡീപ്പായിട്ട് പോവേണ്ട ഒരു ഏരിയ ആണിത്. കൊളീഗ്സ് ആവുമ്പോഴുള്ളതും ഫ്രണ്ട്സ് ആവുമ്പോഴാണെങ്കിലും ഹസ്ബൻഡ് വൈഫ് ആവുമ്പോഴുള്ളതും ശരിക്കും ഒരു ഭയങ്കര വാസ്റ്റ് ആണ് ഈ ഒരു ഏരിയ. അപ്പൊ മാം ശരിക്കും നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് സെക്ഷൻ വൈസിൽ ഓരോ ആളുകൾ എടുത്ത് നമുക്ക് പഠിക്കാൻ കഴിയണം. അപ്പോഴാണ് ശരിക്കും നമുക്ക് റെമഡി എന്താണെന്നുള്ളത്, റെമഡിയൽ ബേസിൽ എങ്ങനെ ഇതിലേക്ക് പോവാം എന്നുള്ളതിനെ പറ്റി അറിയാൻ പറ്റുക. അപ്പൊ മാം വളരെ നന്നായിരുന്നു ക്ലാസ്, ഒരുപാട് സന്തോഷം. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു സെക്ഷൻ കൂടി ഇതേപോലെ ഓരോ 1 by 1 ആയിട്ട്, ഇപ്പൊ നമ്മൾ ശരിക്കും ഇതിനെ നമ്മൾ ഇതിനെ കുറെ വേർഡ്സുകൾ പരിചയപ്പെടുകയാണ് ചെയ്തത്, ഇതിന്റെ ഒരു കൊളീക്വൽ വേർഡ്സുകൾ. അപ്പൊ അതിലപ്പുറത്തേക്ക് ഇതെന്താണ്, ഇതെങ്ങനെയാണ്, ഇതിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം, അതിൽ നമ്മൾ ഇതിൽ ഹാൻഡിൽ പിന്നെ റെമഡി കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്, അതും കൂടി നമുക്ക് ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. വെൽക്കം. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഹായ് റഹിമ. മാം 1 മണിക്കൂർ കൊണ്ട് എന്റെ ലൈഫാണ് മാം ഇവിടെ കാണിച്ചു തന്നത്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇപ്പോഴും അതിന്റെ ഫൈറ്റിംഗിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു റഹിമ. മാം, എൻ്റെ പേര് ലൂസി ജോയ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ക്ലാസ്. ശരിക്കും ഇത്രയും ഇൻഫോർമേറ്റീവായിട്ട് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ആരും പറഞ്ഞു തന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഇത് ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ, ഇതിന്റെ റെമഡിയൽ ക്ലാസ്സസ്, യു ടുക്ക് സോ മച്ച് പെയിൻ. ഇത് കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പെയിൻ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇനി കണ്ടിന്യൂവേഷൻ, ഇതിന്റെ റെമഡിയൊക്കെ തരുന്ന ക്ലാസ്സുകൾ ഒരു പെയ്ഡ് ക്ലാസ്സസ് വെച്ചാലും വി ആർ മോർ ദാൻ ഹാപ്പി ടു അറ്റൻഡ് മാം. Really, you took so much pain. We are appreciating that. And നമുക്ക് വേറൊരു സ്ഥലത്ത് അന്വേഷിച്ചു പോയാൽ കിട്ടില്ല ഇതിന്റെ റെമഡിയും ക്ലാസ്സുകളൊന്നും. മാം ഇത് പെയ്ഡ് ക്ലാസ് വെച്ചോളൂ. വി ഓൾ ആർ ഹാപ്പി ടു ജോയിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വേർഡ്സ്. മാം, എന്റെ പേര് റസിയ ബീഗം. ഞാൻ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇടയ്ക്ക് കുറച്ച് നെറ്റ് കട്ടായിട്ട് എനിക്ക് കുറച്ച് വേർഡ്സ് ഒന്നും എഴുതാനും മനസ്സിലാക്കാനും കുറച്ച് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴെനിക്ക് വിഷമം തോന്നി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത്രയും വിശാലമായിട്ടാണ് അതിനെക്കുറിച്ച്, ഒരു ടേംസ് അത്രയും വിശാലമാക്കാൻ ഉള്ള ടൈം ഇല്ലെങ്കിൽ കൂടി ആ പറഞ്ഞ സംഭവങ്ങൾ മാം വിശാലമായിട്ട് പറഞ്ഞു തന്നു. എനിക്ക് കൂടുതൽ അതിന്റെ ഓരോ ടേംസും വിശാലമായിട്ട് പഠിക്കണമെന്നുകൂടി ആഗ്രഹമുണ്ട്. അപ്പൊ മാമിന്റെ ക്ലാസ്സുകൾ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലുള്ള പല കേസസും നമ്മളെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. അത് നാർസിസിസ്റ്റുകളിൽ തന്നെ അതില് ഏത് വിഭാഗത്തിൽ വരൂ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ രീതിയിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് പഠിക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. മാം, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലൂസി മാം പറഞ്ഞതൊരു, ഞാൻ ആ പോയിന്റ് ആലോചിച്ചിരുന്നു. നമുക്കൊരു പെയ്ഡ് സെഷൻ ചെയ്യാം. നമുക്ക് നോളജ് അപ്ഡേഷന് പെയ്ഡ് സെഷൻസ് ഉള്ളതാണല്ലോ, ഇടയ്ക്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം കേട്ടോ. നല്ലൊരു ഇതായിരുന്നു, മുന്നോട്ട് പോവാം ആ രീതിയിൽ തന്നെ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you. Good night. Thank you. Good night.